സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ് അല്ലെ. നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് ക്ലാസ്സസിലായിട്ട് ഒരുപാട് കോൺസെപ്റ്റ്സ് നമ്മൾ ഡീൽ ചെയ്തു അല്ലെ. വാട്ട് ഇസ് മെമ്മറി, എന്തൊക്കെയാണ് മെമ്മറി, ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് അല്ലെ. അറ്റ്കിൻസൺ മോഡൽ, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ, വർക്കിംഗ് മെമ്മറി അല്ലെ. വർക്കിംഗ് മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അപ്രിസിയേഷൻസ് അല്ലെങ്കിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു മെമ്മറിയുടെ മോഡലാണ് അല്ലെ. അതിന്റെ ഒരുപാട് കമ്പണൻസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തു. ലെറ്റ്സ് ജസ്റ്റ് ബിഫോർ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഫോർഗറ്റിംഗ് ഓഫർ ചെയ്യുന്നത്, ഫോർഗറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തിയറീസ് നമ്മൾ കണ്ടു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അംനീഷ്യ, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അംനീഷ്യ, ഓക്കെ. അതുപോലെ എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് സൈക്കോളജിയിൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള മെമ്മറി ടെസ്റ്റ്സ്, അതിൽ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം എന്താണ് മെമ്മറിക്ക് പിറകെയുള്ള ഫിസിയോളജി, അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് മെമ്മറിയിൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആക്ച്വലി മെമ്മറി എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണ് അല്ലെ. നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഇൻവോൾവ്മെന്റ് വരുന്ന വൺ ഓഫ് ദി കോഗ്നിറ്റീവ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അംനീഷ്യ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര ആൾക്കാർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി അംനീഷ്യ, ടൈപ്സ് ഓഫ് അംനീഷ്യ എന്നൊക്കെ പറയുന്നത്. അപ്പം ആക്ച്വലി നിലൂഫർ മാം നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് അംനീഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോപാത്തോളജിയിൽ എടുത്തിട്ടുണ്ടാവാം. അപ്പം ജനറൽ സൈക്കോളജിയിൽ അംനീഷ്യന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് നമുക്ക് നോക്കാം. സോ അംനീഷ്യ റെഫേഴ്സ് ടു ദി ലോസ് ഓഫ് മെമ്മറീസ് ഇൻക്ലൂഡിംഗ് ഫാക്ട്സ്, ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പീരിയൻസസ് അല്ലെ. ഒരു മനുഷ്യൻ, ആളുകളുടെ അല്ലെ മെമ്മറി ലോസ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അംനീഷ്യ എന്ന് പറയുന്നത് അല്ലെ. അതിൽ എന്തൊക്കെ പെടും അല്ലെ, നമുക്ക് അറിയുന്ന ഫാക്ട്സ് അല്ലെ, എന്തൊക്കെ ജനറൽ നമുക്ക് അറിയുന്ന ജനറൽ നോളേജ്, നമ്മുടെ പേര്, നമ്മുടെ അല്ലെ, നമ്മൾ എവിടെയാ പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചത് ആരൊക്കെയാണ് അല്ലെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മുടെ വീട് എവിടെയാണ്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ നിങ്ങൾക്ക് ലോകത്ത് നിങ്ങൾക്ക് അറിയുന്ന എന്തൊക്കെ ഫാക്ട്സ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് അല്ലെ ഒരു അംനീഷ്യ അല്ലെങ്കിൽ അംനീഷ്യസിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നഷ്ടപ്പെടും അല്ലെ. അയാളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അയാൾക്ക് അറിയുന്ന ആളുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അയാൾക്ക് പേഴ്സണലി ഉണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫിലുള്ളത് പറയും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കോളേജ് ലൈഫിലായിരിക്കും, അത് കഴിഞ്ഞ് നമ്മളൊരു അഡൾട്ട്ഹുഡ് ആയിട്ടുള്ളതായിരിക്കും, അത് കഴിഞ്ഞ് നമുക്കൊരു ഫസ്റ്റ് ജോബ് കിട്ടിയ അല്ലെ, ഒരു ഫസ്റ്റ് നമ്മൾ ഒരു ഡെസിഗ്നേഷൻ കിട്ടി അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ എക്സ്പീരിയൻസിനെ, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ, നമുക്ക് അറിയുന്ന ജനറൽ ഫാക്ട്സിനെ എല്ലാം നമുക്ക് ലോസ് ആവുന്ന ഒരു കണ്ടീഷനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത്, അംനീഷ്യ എന്ന് പറയുന്നത്. So, movies and television tend to depict amnesia as forgetting your identity, but that's not generally the case in real life. അല്ലെ, പൊതുവെ മൂവീസ് ആയാലും അല്ലെ, ഒരുപാട് സിനിമകളിലൊക്കെ അംനീഷ്യ എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് അംനീഷ്യ അല്ലെ. അതായത് നമ്മുടെ ഐഡന്റിറ്റി മറന്നിട്ട് വേറെ ഏതോ ഒരാളായിട്ട് ജീവിക്കുന്നതാണ് പല ഫിലിമിലും ഡെപിക്ട് ചെയ്യുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ആക്ച്വലി അംനീഷ്യ, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അംനീഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒരിക്കലും നമ്മൾ ഈ ഫിലിമിൽ കാണുന്നത് പോലെയല്ല. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, പല മൂവീസ് ആയാലും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ആ രോഗത്തിനെ അല്ല അവിടെ ഡെപിക്ട് ചെയ്യുന്നത് അല്ലെ. ഏതായാലും ഒരു തിരക്കഥാകൃത്തും സംവിധായകനും അല്ലെ എത്രത്തോളം ഫിലിമിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഫിലിമിനെ എക്സാജറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സാജറേറ്റ് ചെയ്യാറുണ്ട്. പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അവർ ഡെപിക്ട് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഫിലിം കാണുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീസോ, ഹാലുസിനേഷൻ, ഡെലൂഷൻ, പല അല്ലെ സൈക്കോട്ടിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ന്യൂറോട്ടിക് കണ്ടീഷൻസ് നമ്മൾ പോർട്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചില എൻറ്റയർലി ചില ഫിലിമിൽ എന്താണോ ശരിക്കും ക്ലിനിക്കൽ ഡിസോർഡർ അതിന്റെ എൻറ്റയർലി വൈസ് വേഴ്സ്, അല്ലെങ്കിൽ ഒട്ടും സൈക്കോളജിക്കലി ഡെപിക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഫിലിംസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി മറന്നു പോകുന്നതല്ല അംനീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. ജനറലി നമ്മൾ ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിൽ അല്ല അതിൽ കൂടുതൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒക്കെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. സോ ഇൻസ്റ്റഡ് പീപ്പിൾ വിത്ത് അംനീഷ്യ ഓൾസോ കോൾഡ് അംനസ്റ്റിക് സിൻഡ്രോം യൂഷ്വലി നോ ഹൂ ദേ ആർ അല്ലെ. ഇപ്പം പൊതുവെ അംനീഷ്യ ഉള്ള ആളുകളെ നമ്മൾ പറയാം അംനസ്റ്റിക് സിൻഡ്രോം. അതായത് ഇപ്പൊ നമ്മൾ ക്ലിനിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ദ പേഴ്സൺ ഇസ് ഡയഗ്നോസ്ഡ് വിത്ത് അല്ലെങ്കിൽ ദ സബ്ജക്ട് ഇസ് ഡയഗ്നോസ്ഡ് വിത്ത് അംനസ്റ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അവർക്ക് അംനീഷ്യ കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ചില ആളുകൾക്ക് അവരാരാന്നൊക്കെ അറിയാം. ഇപ്പം അംനീഷ്യ പേഷ്യൻസിന് ആരാണെന്നോ അവരുടെ ഫാമിലി ആരാണെന്നോ
അവരിപ്പോ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം ഏതാണ്, അവർ ഏത് ഡെസിഗ്നേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ആ റോളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കൊളീഗ്സ് ആരൊക്കെയാണ്, ഇതൊക്കെ യൂഷ്വലി അറിയാം. പക്ഷെ ചില സമയത്ത് അവർക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കോളേജ് ലൈഫ്, സ്പെസിഫിക് ആയിട്ടുള്ള ടൈമുകളോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോ. ചില ആളുകൾ ഡിക്ലൈൻ ചെയ്ത് വരുന്നത് കുറച്ച് ജനറൽ നോളേജസ് ആയിരിക്കാം. അത്തരം കാര്യങ്ങളെ അവരെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അല്ലെ നമ്മൾ ലേൺ ഫ്രം അല്ലെ നമ്മൾ ഒരുപാട് നോളേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എൻവയോൺമെന്റിനാണ്. അപ്പൊ നമ്മളൊക്കെ ജനിച്ച് വീഴുന്ന സമയത്ത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ് ശരിക്കും അല്ലെ. നമ്മൾ ഈ എൻവയോൺമെന്റ് ആണ് അല്ലെ, നമ്മുടെ ഫാമിലി, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സ്കൂൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്, അങ്ങനെ ഒരുപാട് വെൽവിഷേഴ്സ് ഒക്കെയാണ് നമുക്ക് നമ്മൾ ഓരോരോ നോളേജും നമുക്ക് എന്ത് ചെയ്തിരുന്നത് അല്ലെ, നമ്മളിലോട്ട് നമുക്ക് ആക്ച്വലി തരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്യൂർ ചെയ്യുന്നത് നമ്മൾ തന്നെ എൻവയോൺമെന്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടാണ്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഒരു അമ്നീഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ചില ആളുകളുടെ കേസിൽ മൊത്തത്തിൽ അവര് എല്ലാം മറന്നിക്കാം. ചില ആളുകളുടെ കേസിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സോ അല്ലെങ്കിൽ ലൈഫിലെ സ്പെസിഫിക് പീരീഡ് ആയിരിക്കും അവർക്ക് മറക്കുന്നത്. അപ്പൊ എങ്ങനെയാവാട്ടോ, നമ്മൾ ഈ മൂവിയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് അമ്നീഷ്യ. അപ്പൊ അമ്നീഷ്യ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ടൈപ്സിന് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പം ദ ഫസ്റ്റ് വൺ ഇസ് ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ, ദ സെക്കൻഡ് വൺ ഇസ് റെട്രോഗ്രേഡ് അമ്നീഷ്യ, ദ തേർഡ് വൺ ഇസ് ഇൻഫന്റൈൽ അമ്നീഷ്യ ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ട്രാൻസിയന്റ് ഗ്ലോബൽ അമ്നീഷ്യ. സോ നമുക്ക് ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ എന്താന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് അമ്നീഷ്യ മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഫോം ന്യൂ മെമ്മറീസ്. ഓക്കെ, ഈ ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യയിലെ ആളുകൾക്ക് ന്യൂ മെമ്മറീസ് ഫോം ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അതായത് നിങ്ങളിപ്പോ ഒരു പുതിയൊരു സ്കൂളിൽ ചേരുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ എക്സ്പീരിയൻസസ്, ആ സ്കൂളിലെ അല്ലെ ആ സ്കൂൾ എന്താണ്, ആ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നിങ്ങൾ അവിടെ എന്തൊക്കെയാ ചെയ്തത്, നമുക്ക് ഡെയിലി നടക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അതായത് ന്യൂ മെമ്മറീസ്, അതായത് ഓൾഡ് മെമ്മറീസ് ഒക്കെ ഇൻടാക്ട് ആയിരിക്കാം, പക്ഷെ ന്യൂ മെമ്മറീസ് ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ്സ് കോസ്ഡ് ബൈ ബ്രെയിൻ ഇഞ്ചുറീസ്, സർട്ടൈൻ ഡ്രഗ്സ്, ആൽക്കഹോൾ, ട്രോമാറ്റിക് ഇവന്റ്സ് ഓർ കണ്ടീഷൻ സച്ച് ആസ് അൽഷൈമേഴ്സ് ഡിസീസ്. ഓക്കെ, ഇത് പലപ്പോഴും ഈ ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ പലപ്പോഴും ആളുകൾക്ക് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രെയിൻ ഇഞ്ചുറീസ്, അവരുടെ ബ്രെയിനിൽ നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബ്രെയിനിൽ എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള ആക്സിഡൻസ്, റോഡ് ആക്സിഡൻസോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോബ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടൻ ഡ്രഗ്സ്, ഇപ്പം കൊക്കൈൻ, മൊർഫൈൻ, LSD, അങ്ങനെ പല ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മെമ്മറി ഡിക്ലൈൻ ആയിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് മറന്നു പോകുന്നു, ന്യൂ മെമ്മറീസ് അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെ എന്താ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഡ്രഗ്സ്, ഈ സിന്തറ്റിക് അല്ലെങ്കിൽ കെമിക്കൽ ഡ്രഗ്സ് എല്ലാം എഫക്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ മെമ്മറി, അറ്റൻഷൻ, പെർസെപ്ഷൻ, സെൻസേഷൻ, ഇമാജിനേഷൻ, എവറിത്തിങ് അല്ലെ, നമ്മുടെ എല്ലാ കോഗ്നിറ്റീവ് പ്രോസസ്സിനെയും അല്ലെ ക്യാരി ഔട്ട് ചെയ്യുന്ന നമ്മുടെ നെർവസ് സിസ്റ്റവും നമ്മുടെ ബ്രെയിനും ഒക്കെയാണ്. അപ്പം ഇതിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ അഡ്വേഴ്സ്ലി ബാധിക്കുന്ന ഇത്തരം ഡ്രഗ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി ഫംഗ്ഷനെ ഇത് ഒരുപാട് എഫക്ട് ചെയ്യും. അതുപോലെ ഒരുപാട് ആൽക്കഹോൾ ഇൻടേക്ക് ചെയ്യുന്ന ആളുകൾ, ചില ആളുകളുടെ ലൈഫിലെ ട്രോമാറ്റിക് ഇവന്റ്സ് അല്ലെ. എന്താ ട്രോമാറ്റിക് ഇവന്റ്സ്, എന്താ ട്രോമ എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്ക് ബിയർ ചെയ്യാൻ പറ്റാത്ത, നമ്മളെ ലൈഫിൽ അത്രയ്ക്കും ഒരാൾക്കും ബിയർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇവന്റ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പം ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് അല്ലെ, ചില ആളുകൾ കൊണ്ട് നമ്മൾ ബുള്ളി ചെയ്യപ്പെടുന്നത് അല്ലെ. ട്രോമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന്റെ ഡെത്ത്, എന്തും നമ്മുടെ ലൈഫിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത എല്ലാ കാര്യത്തിനും നമുക്കൊരു ചില ആളുകളുടെ ലൈഫിൽ അത് ട്രോമയായിട്ട് മാറാം. അപ്പൊ ചില ആളുകളുടെ ലൈഫിൽ ചില നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ, ചില ആളുകളൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് അല്ലെ, അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫാമിലി മെമ്പർ മരിക്കുന്ന സമയത്ത് അല്ലെ അവരാകെ മറഞ്ഞു പോകും അല്ലെ. ചില സമയത്ത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്നോ, ചിലപ്പോൾ അവരവരെ കുട്ടിയായിട്ടായിരിക്കും പെരുമാറുന്നത്. അവരവരുടെ എൽഡർ പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് അവർ ചെറിയൊരു ബേബി എന്നുള്ള രീതിക്ക് അവരുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കും അവർക്ക് അവിടെ ഓർമ്മ വരുന്നത്. മേ ബി അവർക്ക് ആ കംപ്ലീറ്റ് സമയത്ത് അവിടെ യങ് അഡൽട്ട്ഹുഡും മിഡിൽ അഡൽട്ട്ഹുഡും എല്ലാം മറന്ന് ചില ആളുകൾ കാണാം അല്ലെ, വയസ്സായിട്ടുള്ള ആളുകൾ അല്ലെ ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത് അല്ലെ. ചില കുട്ടികളുടെ കേസിൽ നമുക്ക് കാണാം അല്ലെ, അവർക്ക് എല്ലാം മറന്നു പോകുന്ന അല്ലെ, അച്ഛനാരാണ് അമ്മയാരാണ് ഒരു കാര്യവും, അവർ പഠിക്കുന്ന സ്കൂൾ ഏതൊക്കെ ട്രോമാസ് ആണ്. അപ്പൊ ചില ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലൈഫില് നമുക്ക് അമ്നീഷ്യ അല്ലെങ്കിൽ ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ വരാനുള്ള ചാൻസസ്, വി ആർ മോർ പ്രോൺ ടു എക്സ്പീരിയൻസ് ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യ. സോ അതുപോലെ അൽഷൈമർ ഡിസീസ്, ഈ അൽഷൈമർ ഡിസീസ് ആക്ച്വലി നിങ്ങൾക്ക് അറിയാലേ, തന്മാത്ര ഫിലിമില് മോഹൻലാൽ സാർ അല്ലെ അണ്ടർഗോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അൽഷൈമർ എന്ന് പറയുന്നത്.
അല്ലെ. അതായത് ഗ്രാജുവൽ ആയിട്ടുള്ള കോഗ്നേറ്റീവ് ഡിക്ലൈൻ ആണ് അൽഷൈമറിന്റെ ഏറ്റവും അല്ലെ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള സിംറ്റം അല്ലെ. പെട്ടെന്ന് മെമ്മറി പോവല്ല, ഗ്രാജുവൽ ആയിട്ട് അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ ആളുടെ മെമ്മറി ഇങ്ങനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് retrograde amnesia. This type of amnesia make it difficult to recall past events. ഇത്തരം ആളുകൾക്ക് ആലോചിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്റ് ഇവന്റ്സ് ആണ്. അതായത് കഴിഞ്ഞ കാലത്ത് അല്ലെ നമ്മുടെ ഒരുപാട് മുന്നത്തെ കാര്യങ്ങൾ അല്ലെ, അവരുടെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ലൈഫ്, അതായത് ഇവരുടെ ന്യൂ മെമ്മറീസ് ഇൻടാക്ട് ആയിരിക്കാം. റീസെന്റ് അതായത് പ്രസന്റ് ലൈഫിലെ കാര്യങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് അവരുടെ പാസ്റ്റ് മെമ്മറി, അവര് സ്കൂളിൽ പഠിച്ച ഒരു സോങ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മൂവീസ് ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് അവരുടെ കോളേജ് ലൈഫ്, അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, കോളേജിൽ ചില സമയത്ത് നമ്മൾ പെർഫോം ചെയ്ത് ചൈൽഡ്ഹുഡിൽ പെർഫോം ചെയ്ത ഒരു പാട്ടോ ഡാൻസോ സ്പീച്ചോ ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. പക്ഷെ ഇത്തരം ആളുകളുടെ കേസിലൊക്കെ നമ്മൾ അല്ലെ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുന്ന ആ പാട്ട് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ LKG പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച നമ്മുടെ ഇഷ്ടപ്പെട്ട മാം പഠിപ്പിച്ച എന്നൊരു പാട്ട് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അല്ലെ അതിന്റെ ലൈൻസ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ retrograde amnesia വരുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പാസ്റ്റ് ഇവന്റ്സിനെ ആയിരിക്കും അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് റീകോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് കോസ്ഡ് ബൈ അല്ലെ സിമിലർ നമുക്ക് ആൻഡ്രോഗേഡ് അമ്നേഷ്യ പോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറീസ് അല്ലെ, ഡ്രഗ്സ്, ആൽക്കഹോൾ, ട്രോമാറ്റിക് ഇവന്റ്സ്, അതുപോലെ അൽഷൈമർ പോലെയുള്ള മെമ്മറി കണ്ടീഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോസസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻഫെന്റൈൽ അമ്നീഷ്യ അല്ലെ. ഇൻഫെന്റൈൽ അമ്നീഷ്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് അല്ലെ, നമുക്ക് നമ്മുടെ ഏർലി ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് പൊതുവെ നമ്മൾ ഒരു വയസ്സിലോ 2 വയസ്സിലോ ഒക്കെ ഉള്ള കാര്യങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ എത്രത്തോളം നമുക്ക് അറിയാന്ന് പറഞ്ഞാൽ മേ ബി നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ അമ്മയോ അച്ഛനോ ഒക്കെ പറഞ്ഞൊരു ഓർമ്മയായിരിക്കും മേ ബി നമുക്ക് ആ ഒരു ഇവന്റ്സിനെ കുറിച്ചിട്ട്. അല്ലെ ഇപ്പൊ 2 വയസ്സിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, 2 വയസ്സിൽ ഞാൻ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അത് ഗ്ലോബലി അങ്ങനെയാണ്. ഏതൊരു ആളുകൾക്കും ലൈഫിൽ ഏർലി കുറച്ച് ഇയേഴ്സ് ഓഫ് ലൈഫിലെ മെമ്മറീസ് നമുക്ക് ഒരിക്കലും റീകോൾ ചെയ്യാനോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാനോ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഫെന്റൈൽ അമ്നീഷ്യ. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് 3 വയസ്സുള്ള കാര്യം നിങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 വയസ്സോ 3 വയസ്സോ ഉള്ള സമയത്തുള്ള നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾക്ക് അന്ന് എന്തായിരുന്നു ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നിട്ട് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അതുപോലെ നിങ്ങളുടെ കസിൻസോ സിബ്ലിങ്സോ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ടോ അല്ലെ. നമ്മുടെ ചെറുപ്പകാലത്തുള്ള നമ്മുടെ ഒരുപാട് കുട്ടിത്തത്തിലുള്ള നമ്മുടെ കളികള്, നമ്മുടെ മാനറിസംസ്, നമ്മൾ എങ്ങനെയായിരുന്നു ചിരിക്കുക, ഇതൊക്കെ നമ്മുടെ കസിൻസും അല്ലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. അപ്പൊ ഇതിനൊക്കെ ഒരു ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളെ ഓർമ്മ ഉണ്ടെന്ന് പറയുന്നത് മേ ബി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വൽ സീൻ ആയിരിക്കാം. പക്ഷെ ഇതൊരിക്കലും എന്തുകൊണ്ടല്ല ആ സമയത്തുള്ള മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടല്ല. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിലെ ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫെന്റൈൽ അമ്നീഷ്യ എന്ന് പറയുന്നത്. സോ moving on to the transient global amnesia. This rare type of amnesia affects about 5 to 10 people per 1 lakh per year in the US population. അതായത് US നമ്മളിപ്പോ ഒരു ലക്ഷം പേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5-10 പേർക്ക് എന്ത് ചെയ്യും ഈ ഒരു അമ്നേഷ്യ എഫക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു റെയർ അധികം ആളുകൾക്ക് കാണാത്ത അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഒരു പോപ്പുലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് amnesia ആണ് ആക്ച്വലി ട്രാൻസിയന്റ് ഗ്ലോബൽ അമ്നേഷ്യ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് an episode of transient global amnesia, a person is unable to create new memory, so the memory of recent event disappears. ലൈക്ക് ആൻഡ്രോഗേഡ് അമ്നേഷ്യ പോലെ തന്നെ ഈ ആളുകൾക്ക് എന്തായിരിക്കും ന്യൂ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്താ യു കാൺ റിമെമ്പർ വേർ യു ആർ ഓർ ഹൗ യു ഗോട്ട് ദ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾ തന്നെയായിരിക്കും ബസ് പിടിച്ചിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. കാരണം റീസെന്റ് ഇവന്റ്സ് ആണ് അവർക്ക് മറന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ് ബാങ്കിൽ പോകണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 60 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഇപ്പൊ ട്രാൻസിയന്റ് ഗ്ലോബൽ അമ്നീഷ്യ ഡയഗ്നോസ് ചെയ്തൊരു പേഷ്യന്റ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചിന്തിക്കുകയാണ് ആൾക്ക് കുറച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കണം. അപ്പം ആള് പെട്ടെന്ന് വീട്ടിൽ നിന്ന് തന്നെ ബസ് കയറിയിട്ട് എവിടേക്ക് പോവാണ്, ബാങ്കിലോട്ട് പോവാണ്. അങ്ങനെ പെട്ടെന്ന് ബസ് അവിടെ നിർത്തിയ സമയത്ത് ആള് ബാങ്കിൽ നിന്നായിരിക്കും ബാങ്കിന്റെ അവിടെ നിർത്താനായിരിക്കും ബസ്സുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ബസ്സുകാരൻ ബാങ്ക് എത്തി എന്ന് പറഞ്ഞ സമയത്ത് ആൾ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കും, ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞാൻ എവിടെയാ, ഞാൻ എങ്ങനെ ഈ സ്ഥലത്ത് എത്തി. ആൾക്ക് ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല ആൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന്. അതായത്
ഞാൻ ഒന്നുകൂടി പറയാം. ഒരു റയർ ടൈപ്പ് ഓഫ് അംനീഷ്യ ട്രാൻസിയന്റ് ഗ്ലോബൽ അംനീഷ്യ എന്ന് പറയുന്നത്. ഇപ്പൊ US പോപ്പുലേഷനിലേക്ക് നമ്മളൊരു 1 lakh ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അബൌട്ട് 5 to 10 പീപ്പിൾസ് ആയിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്ന ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു അംനീഷ്യന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ന്യൂ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ദേ ആർ അൺഎബിൾ ടു ക്രിയേറ്റ് ന്യൂ മെമ്മറീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റീസെന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ റീസെന്റ് മെമ്മറീസ് അല്ലെ, ഈ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ അവർക്ക് അല്ലെ അവരുടെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് ഡിസപ്പിയർ, അല്ലെങ്കിൽ അവരുടെ മെമ്മറി സ്റ്റോറേജിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പെട്ടെന്ന് പെട്ടാലോ, അല്ലെങ്കിൽ ഒരു കാര്യം അവർ ചെയ്യുന്ന സമയത്തോ അല്ലെ ഇത് എന്തിനാ അവർ ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ അവരുടെ മെമ്മറി ഡിസപ്പിയർ ആയിട്ട് പോകും. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പൊ ആക്ച്വലി നമ്മൾ അംനീഷ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പൊ അംനീഷ്യ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ടൈപ്സ് ഓഫ് അംനീഷ്യ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ദ മെയിൻ പോയിന്റ്സ് ആർ ആൻഡ്രോഗ്രേഡ് അംനീഷ്യ, retrograde amnesia, infantile amnesia and transient global amnesia. ഈ 4 ടൈപ്പും മേ ബി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അക്രോണിംസ് ഒക്കെ ആയിട്ട് പഠിക്കുക. അപ്പൊ ARIT, അരിട്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിറ എന്നൊക്കെ ഇപ്പൊ ബാക്കിൽ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ TIRA, ടിറ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അക്രോണിംസ് ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്സും ഒരുപാട് അല്ലെ മോഡൽസിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് എക്കണോമിക്സ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾ എന്ത് പഠിക്കുന്ന സമയത്തും ഇതൊക്കെ ആക്ച്വലി മെമ്മറി ടാക്ടിക്സ് ആണ്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഓക്കെ, ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ടെസ്റ്റിംഗ് മെമ്മറി. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തിനായിരിക്കും നമ്മൾ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും മുന്നേ മെമ്മറി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പൊതുവെ നിങ്ങളുടെ മെമ്മറിനെ ടെസ്റ്റ് ചെയ്യുന്നത്? അല്ലെ, നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് അല്ലെ, നമ്മൾ ഹ്യൂമൻസ് പൊതുവെ എങ്ങനെയാ അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. എത്രത്തോളം ഉണ്ട് അല്ലെ, നമ്മൾ എവിടെയാണ് ഡിക്ലൈൻ ചെയ്യുന്നത്, നമുക്ക് എവിടെയാണ് ഒരു ഇമ്പയർമെന്റ് വരുന്നത് അല്ലെ, എവിടെ നമ്മൾ ഇതിനെ ഇംപ്രൂവ് ചെയ്യണം. സ്റ്റുഡന്റ് ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ മെമ്മറിയുടെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് അല്ലെ. നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സ്കൂൾ നമ്മൾ 10th ഒരു +2 9th ആ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെമ്മറി എന്താണോ, മെമ്മറി എങ്ങനെ ടെസ്റ്റ് ചെയ്യാനോ അല്ലെ, ഈ മെമ്മറി എങ്ങനെ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാന്ന് ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെയാ നിങ്ങളുടെ മെമ്മറിനെ കുറിച്ച് അല്ലെ, നിങ്ങളുടെ മെമ്മറി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മെമ്മറിനെ റേറ്റ് ചെയ്യും? ഞാനിപ്പോ ഒരു 1 to 10 എന്ന് പറഞ്ഞൊരു സ്കെയില് തരികയാണ്. അപ്പൊ ഈ സ്കെയിലിൽ നിങ്ങളെ മെമ്മറിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്ന, അപ്പൊ 1 to 10 എന്ന് പറഞ്ഞൊരു സ്കെയിലിൽ നിങ്ങൾ എത്രയാ നിങ്ങളുടെ മെമ്മറിനെ റേറ്റ് ചെയ്യാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 5 ആണോ, 6 ആണോ, 7 ആണോ, അല്ലെങ്കിൽ 10 ആണോ? ഓക്കെ, അപ്പൊ സൈക്കോളജിയിൽ എന്തിനായിരിക്കും നമ്മൾ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഞാൻ എന്തൊരു കോൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഇത് എന്തിനാ പഠിക്കുന്നത്, ഇത് എങ്ങനെയാ സൈക്കോളജിയിൽ പ്രോമിനന്റ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ സൈക്കോളജി ഇതിന്റെ റെലവൻസ് എന്താണെന്നൊക്കെ ആയിരിക്കും. അപ്പം സോ കമ്മിങ് ഫോർവേഡ്, നമ്മൾ സൈക്കോളജിയിലെ ഏർലി ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെ, ഹെർമൻ എബിംഗ്വേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മെമ്മറിയിൽ, ഹെർമൻ എബിംഗ്വേസ്. ഓക്കെ, നിങ്ങൾ മെമ്മറിയിൽ ഏറ്റവും പയനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മെമ്മറിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും പയനിയർ ആയിട്ടുള്ള ഒരാളാണ് ഹെർമൻ എബിംഗ്വേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഗൂഗിൾ ചെയ്തിട്ട് ആളുടെ റിസർച്ചസും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. അപ്പൊ ആളായിരുന്നു ആക്ച്വലി ആളുടെ ഓൺ മെമ്മറി ടെസ്റ്റ് ചെയ്തിട്ട് സൈക്കോളജിയിൽ ഒരുപാട് മെമ്മറിയിലൊക്കെ ഒരുപാട് റെവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാള്. അപ്പൊ എന്തിനായിരിക്കണോ സൈക്കോളജിയിൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മളത് ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ഡിസോർഡേഴ്സോ മാത്രമല്ല വരാം, നമുക്ക് ഒരുപാട് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്. ഇപ്പം നമ്മൾ ഒരു കുട്ടി അറ്റൻഷൻ കുറവാണ്, ക്ലാസ്സിൽ അറ്റൻഷൻ കുറവാണെന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ നമ്മൾ അറ്റൻഷൻ മാത്രം മെഷർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ആളുടെ അറ്റൻഷൻ മാത്രം ഇംപ്രൂവ് ചെയ്യാം? അല്ല, അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആളുടെ കൊഗ്നിറ്റീവ് ഡൊമൈൻ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കൊഗ്നിറ്റീവ് ഡൊമൈനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോർ ഫോക്കസ് ചെയ്യുന്നത്. സൈക്കോളജിയിൽ ആക്ച്വലി മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ നമുക്കിപ്പോ ഒരു ഡേ നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരാൻ മെമ്മറി ലോസ് ആയിട്ടായിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കുട്ടി വരുന്നത് മേ ബി സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മെമ്മറി ലോസോ അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചിട്ടും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സാമിന് എത്ര പ്രിപ്പയർ ചെയ്തിട്ടും ആ കുട്ടിക്ക് നല്ല രീതിയിൽ എക്സാം അല്ലെ അപ്പിയർ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം ഈ കുട്ടിക്ക് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ആൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ, ആളുടെ മെമ്മറിയിൽ എന്തെങ്കിലും ഡിക്ലൈൻ വരാൻ എന്താണ് കാരണം, അപ്പൊ ആൾക്ക് തന്നെ എന്തെങ്കിലും അല്ലെ ആളെ ഹെൽപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കാനായിട്ടായിരിക്കും ടീച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നത്, പാരന്റ്സിനായിട്ട് റെഫർ ചെയ്ത് വരുന്നത്. നേരെ മറിച്ച് കുറെ ആളുകൾക്ക് അല്ലെ ഏർലി ലൈഫിൽ തന്നെ അല്ലെ ഇപ്പൊ നമ്മൾ പൊതുവേ പറയുന്നത് നമ്മൾ വയസ്സാവുന്ന സമയത്ത് ഇപ്പൊ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയും 65 വയസ്സുള്ള ഒരു എൽഡർ ആയിട്ടുള്ള ഒരു ലേഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ 20 വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടി എന്താ അല്ലെ ഒരുപാട് ഇൻഫർമേഷൻസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റും. നേരെ മറിച്ച് ഒരു 65 വയസ്സുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയോട് അത്ര തന്നെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടാവുന്നത്? നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മൾ വയസ്സാവും തോറും നമ്മുടെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ തുടങ്ങും അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് അല്ലെ കുറഞ്ഞു 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 വരും. അപ്പം ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളെ പോലെയല്ല ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു മാനിന്റെയോ വുമന്റെയോ അവിടെ എന്ത് ഫംഗ്ഷനിങ് കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ചില ആളുകളിൽ ഈ കോഗ്നിറ്റീവ് ഒരു 40 വയസ്സിലോ 35 വയസ്സിലെ തന്നെ നമുക്ക് കാണാം കോഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കുന്നത്. അപ്പൊ അത്തരം ഏരിയാസിൽ വരുന്ന സമയത്ത് അതുപോലെ ചില ആളുകളുടെ ബ്രെയിൻ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനായിട്ട്, ചില ആളുകളുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മെമ്മറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അല്ലെ, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അല്ലെ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ ഒരാളുടെ മെമ്മറി മെഷർ ചെയ്യും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ ഒരാളുടെ ലെവൽ എത്രയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിൽ ഇംപ്രൂവ്മെന്റ് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങളൊരു ഷുഗർ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടുതലാണ്, അപ്പൊ ആദ്യം തന്നെ ഡോക്ടർ എന്താ ചെയ്യുക അല്ലെ, ഇപ്പത്തെ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു ലെവൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റും ഡയഗ്നോസും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമ്മളും ആദ്യം എന്ത് തന്നെയാണ് ചെയ്യുക, അവിടെ കേസ് ഹിസ്റ്ററിയും MSc ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അല്ലെ മെമ്മറി ടെസ്റ്റിലോട്ട് തന്നെയാണ് പോവുക, വെദർ അതൊരു മെമ്മറി പ്രോബ്ലം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം മെമ്മറി എന്ന് പറയുന്ന സമയത്ത് മെമ്മറി പ്രോബ്ലംസ് അല്ലെ വെരി സ്മോൾ പ്രോബ്ലം ടു വെരി റേഞ്ച് പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കീ മറന്നു പോകുന്നത് അല്ലെ, നമ്മള് ജസ്റ്റ് തലേന്ന് പഠിച്ച ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് അല്ലെ മറന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ റേഞ്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് അല്ലെ ഓൺ ഫാമിലിനെ മറന്നു പോകുന്നത് അല്ലെ, അയാൾ ആരാണെന്നോ അയാൾ എന്താണെന്നോ അല്ലെ, അയാളുടെ ഐഡന്റിറ്റി, അയാളുടെ ഫാമിലി, അയാൾ പഠിച്ച കാര്യങ്ങൾ, അയാൾ ഇന്നേ വരെ എൻജോയ്മെന്റ് അക്വയർ ചെയ്ത എല്ലാ ഇൻഫർമേഷനും മറന്നു പോകുന്നത്. അപ്പൊ ആക്ച്വലി ഫ്രം മൈനർ ഇഷ്യൂസ് ടു മേജർ ഇഷ്യൂസ് വരെ ആക്ച്വലി ഒരു ക്ലിനീഷ്യൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു എവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ടെസ്റ്റിംഗ് മെമ്മറി എന്നുള്ളത്. ഓക്കെ, so testing memory. Memory tests are psychological assessments that evaluate a person's memory ability, including short-term and medium-term memory. Okay, അപ്പം മെമ്മറി ടെസ്റ്റ് എന്ന് ആക്ച്വലി പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് ആണ് അല്ലെ. സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയാൻ കാരണം ഇപ്പൊ നിങ്ങളുടെ അറ്റൻഷൻ മെഷർ ചെയ്യുന്നത് എന്താണ്, ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഇന്റലിജൻസ് മെഷർ ചെയ്യുന്നത് എന്താണ്, അതൊരു മറ്റൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങളെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വേരിയബിൾസിനെ മെമ്മറി, ഇന്റലിജൻസ്, അറ്റൻഷൻ, പെർസെപ്ഷൻ, സെൻസേഷൻ അല്ലെ, ഇതിനൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് നടത്തുന്നത് അല്ലെ, ഒരാളുടെ മെമ്മറി എബിലിറ്റി എത്രത്തോളാണെന്ന് അല്ലെ, അതായത് അയാളുടെ ഷോർട്ട് ടേമിന്റെയും മീഡിയം അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി, ലോങ് ടേം മെമ്മറിക്ക് ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത് അല്ലെ, നമ്മൾ ടെസ്റ്റിംഗ് മെമ്മറി അല്ലെങ്കിൽ മെമ്മറി ടെസ്റ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. They can help identify memory loss and potential memory related diseases അല്ലെ. ഇത് എന്തിനാ പൊതുവെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ, ഒരാളുടെ മെമ്മറി ലോസിനെ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ഓർഡർ ആയിട്ടുള്ള മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് സച്ച് ആസ് ഡിമെൻഷ്യ അല്ലെ, ഡിമെൻഷ്യ പോലെയുള്ള മെമ്മറി ഡിസീസിനെ അഡ്രസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, മെമ്മറി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. Memory test can also determine the type of memory being tested, such as short-term memory, long-term memory or working memory. അല്ലെ, അതുപോലെ തന്നെ അല്ലെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി എത്രയാണ്, നമ്മുടെ ലോങ് ടേം മെമ്മറി എത്രയാണ്, നമ്മുടെ വർക്കിംഗ് മെമ്മറി എത്രയാണ് ഇല്ല, ഇതിനൊക്കെ അറിയാനായിട്ടും ഇതൊക്കെ എത്രത്തോളം ഇതിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി ടെസ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. So memory tests are used in psychology to assess memory ability, identify potential memory problems and differentiate between conditions that affect memory. അല്ലെ, അതായത് പൊതുവെ സൈക്കോളജിയിൽ നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് അല്ലെങ്കിൽ മെമ്മറി അസസ്മെന്റ്സ് നടത്തുന്നത് നമുക്ക് എന്തെങ്കിലും മെമ്മറി പ്രോബ്ലംസ് ഉണ്ടോ, നമ്മുടെ മെമ്മറി അല്ലെ ഒരു കുട്ടിയുടെ മെമ്മറി കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഒരാൾക്ക് പെട്ടെന്ന്
ഒരു റോഡ് ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അപ്പം സാരമായിട്ട് അയാളുടെ തലയ്ക്ക് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് പെട്ടെന്ന് ഡോക്ടർ, ഒരു ന്യൂറോ സർജൻ പറയുന്നത് അവരുടെ തലയ്ക്ക് സാരമായിട്ട് ഏറ്റതിനാൽ തന്നെ അയാൾക്ക് കുറച്ച് ലൈഫിലെ കുറച്ച് പാസ്റ്റ് ഇവന്റ്സ് മറന്നു പോയിട്ടുണ്ട്. അപ്പം ചില ആളുകളൊക്കെ അയാൾക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആളൊന്ന് കോൺഷ്യസ്നെസ്സിലോട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന, സോപ്പോൾ ഫിലിമിൽ കാണുന്ന പോലെ തന്നെ ആളൊന്ന് ഉണർന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ആരൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്. ചില സമയത്ത് പാസ്റ്റ് ഇവന്റ്സ് മൊത്തം മറന്നു പോയിട്ടുണ്ടാവാം. ചില സമയത്ത് പാസ്റ്റ് ഇവന്റ്സിൽ ഇപ്പൊ റീസെന്റ് മാരീഡ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിനോ 10 വർഷത്തിനോ ഒക്കെ ഇടയിലുള്ള ഒരു ഇവന്റ്സ് ആയിരിക്കും മൊത്തത്തിൽ മറന്നു പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മെമ്മറി പ്രോബ്ലംസ്, അങ്ങനെ അതുപോലെ ഒരാളുടെ മെമ്മറി എത്രയാണ്, അല്ലെ, മെമ്മറിന്റെ എബിലിറ്റി എത്രയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിരിക്കും നമ്മൾ മെമ്മറി ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഹയർ ഡെസിഗ്നേഷൻസ്, ഇപ്പൊ നമ്മളെ നേവിയില്, ആർമിയിലൊക്കെ വലിയ 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 പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു അസസ്മെന്റ് ആണ് ആക്ച്വലി മെമ്മറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ. ഒരു ഹ്യൂമന്റെ ഏറ്റവും വലിയൊരു എബിലിറ്റി തന്നെയാണ് എന്തെന്ന് പറഞ്ഞാല് മെമ്മറി എന്ന് പറഞ്ഞാൽ. അപ്പം മെമ്മറി കൂടുതലുള്ള ആൾ, ഇപ്പൊ പൈലറ്റ്സിന്റെ അവരുടെ കോഗ്നിറ്റീവ് ടെസ്റ്റ് ഒക്കെ പൈലറ്റ്സിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ഒരുപാട് ഡെസിഗ്നേഷൻസിൽ, ഒരുപാട് ജോബ് റോളിലൊക്കെ അവരുടെ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ട് എന്ത് നടക്കാറുണ്ട്, മെമ്മറി ടെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻലി നമ്മൾ മെമ്മറി ടെസ്റ്റുകൾ കണ്ടെത്താനുള്ള 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ഐഡന്റിഫൈ മെമ്മറി പ്രോബ്ലംസ്. മെമ്മറി പ്രോബ്ലത്തിന് നമുക്ക് കണ്ടെത്താൻ തന്നെയാണ് ക്ലിനിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്ലിനിക്കിൽ വെച്ചിട്ട് മെമ്മറി ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ മെമ്മറി ടെസ്റ്റ് ക്യാൻ ഹെൽപ്പ് ഡിറ്റക്ട് മെമ്മറി ലോസ് ആൻഡ് അസോസിയേറ്റഡ് ഡിസീസസ്. എങ്ങനെയാണ് മെമ്മറി ലോസ് നടന്നത്, മെമ്മറി ലോസ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത എന്തെങ്കിലും ഡിസീസസ് ഇത്തരം ആളുകൾക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വൺ ഓഫ് ദ റീസൺ ആണ് എന്തിന് മെമ്മറി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടീഷൻസ്. ചില സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മെമ്മറി പ്രോബ്ലത്തിന് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഈ ആൾക്ക് ഉള്ളത് പോലെ തോന്നും. ഡിമെൻഷ്യ ആണോ, അൽഷൈമർ ആണോ, വേറെ ഏതെങ്കിലും കണ്ടീഷൻ ആണോ, സബ്സ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ ആണോ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മെമ്മറി റിലേറ്റഡ് പ്രോബ്ലം ആണ്, നമുക്ക് ഒരു കൺഫ്യൂഷൻ ആക്ച്വലി വരും. So, memory tests can help distinguish between conditions that affect memory, such as learning disability or language impairment, and conditions that affect other domains, such as ADHD. ഇപ്പൊ കുട്ടികളൊക്കെ വരുന്ന സമയത്താണ് ആക്ച്വലി നമുക്ക് ഇത്തരം ഒരു പ്രോബ്ലം ആക്ച്വലി വരിക. അതായത് കുട്ടികൾക്ക് ശരിക്കും ഈ മെമ്മറി പ്രോബ്ലം ഉണ്ടായത് അവർക്ക് ലേണിംഗ് ഡിസേബിലിറ്റി, അവരുടെ ലേണിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് 6ാം ക്ലാസ്സിലെത്തിയ കുട്ടിക്ക് മേ ബി കാറ്റെന്നോ റാറ്റെന്നോ സണ്ണെന്നോ ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഫോം ചെയ്യാനോ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യാനോ, അതായത് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അത്ര പോലും ഒരു കോഗ്നിറ്റീവ് നോളജ് ആ കുട്ടികൾ, അല്ലെങ്കിൽ അക്കാദമിക് നോളജ് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുക ഇത് ലേണിംഗ് ഡിസേബിലിറ്റി ആണോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ആയിട്ടുള്ള ഇമ്പയർമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അത്രത്തോളം ഒരു സോഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പാരന്റൽ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കാം മേ ബി ലേണിംഗ് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാല് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ സൈഡിൽ നിന്നും ഒരു പാകപ്പിഴവ് വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിനെ അത് അത്രയും അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ ക്ലിനിക്കില് സാധാ ഒരു ഫിസിഷ്യൻ എഴുതുന്ന പോലെ കുട്ടിക്ക് ജലദോഷമാണെന്നോ പനിയാണെന്നോ അല്ലെങ്കിൽ ആൾക്ക് എന്തേലും വേറെ എന്തെങ്കിലും കണ്ടീഷൻ ആണെന്ന് എഴുതുന്നത് പോലെയല്ല ഒരു കുട്ടിക്ക് നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലേബലിംഗ് കൊടുക്കുന്നത്. ആ കുട്ടി ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള ആളാണ് അല്ലെങ്കിൽ LD ആണെന്ന് പറഞ്ഞാൽ മരണം വരെ അവൻ LD ആയിട്ടാണ് ജീവിക്കുക. അല്ലെങ്കിൽ ആ കുട്ടി ADHD ആണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലാംഗ്വേജ് ഇമ്പയർമെന്റ് ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുടെ എൻഡ് ലൈഫ് വരെ ആ ഒരു ലേബലിംഗ്, സൈക്കോളജിക്കൽ ലേബലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് വെരി 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 ഇമ്പോർട്ടന്റ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, എവറി പോസിബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ കുട്ടിക്ക് ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ട്രാക്ക് ചേഞ്ചസ്. ഓക്കെ, memory tests can track changes in individual's performance over time, which can provide insight into their overall cognitive health. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മെമ്മറി ഇമ്പയർമെന്റ് ഉള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിനിക്കലി ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, അപ്പൊ ആൾക്ക് സിവിയർ ആയിട്ടുള്ള മെമ്മറി ഡിക്ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ ലൈഫിൽ ഒരു ട്രോമാറ്റിക് ഇവന്റ് നടന്നു,
ആള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ആളെ സെക്ഷലി അബ്യൂസ് ചെയ്യാന്ന് വിചാരിക്കൂ. അപ്പൊ ആളുടെ ഏർലി ലൈഫിലുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആള് പെട്ടെന്ന് മറന്നു പോവാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ആളുടെ ഓവറോൾ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആളുടെ ആ മെമ്മറീസിനെ അല്ലെ ആൾക്ക് അല്ലെ പെട്ടെന്ന് ലോസ് ആയത് പോയ ഇൻഫർമേഷൻ എനിക്ക് ആളുടെ കോൺഷ്യസ്നെസ്സിലോട്ട് എടുക്കണം. അപ്പൊ ആളുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് തെറാപ്പീസും കാര്യങ്ങളായിരിക്കും മേ ബി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം എവറി തെറാപ്പി സെക്ഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 3-4 സെക്ഷൻ കഴിഞ്ഞാൽ എന്തേലും ആൾക്ക് എന്തേലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് എനിക്ക് ട്രാക്ക് ചെയ്യണം അല്ലെ. ആൾ എത്രത്തോളം ഫ്ലറിഷ് ആയി അല്ലെങ്കിൽ ആൾ എത്രത്തോളം പണ്ടത്തെ ലെവലിൽ നിന്ന് മാറി എന്ന് എനിക്ക് മനസ്സിലാക്കണം. ഒരു ഡിഗ്രി ഓഫ് ചേഞ്ച് എനിക്ക് മനസ്സിലാക്കണം. അപ്പൊ ആ ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യും, മെമ്മറി ടെസ്റ്റേഴ്സ് ആൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ആളുടെ ഒരു ഓവറോൾ കോഗ്നിറ്റീവ് ഹെൽത്ത് എനിക്ക് ആക്ച്വലി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മെമ്മറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഒരു പേഴ്സന്റെ മെമ്മറി എബിലിറ്റി മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആളുടെ ഷോർട്ട് ടേം മെമ്മറി എത്രയാണ്, ആളുടെ മീഡിയം ടേം മെമ്മറി എത്രയാണ്, ആളുടെ ലോങ് ടേം മെമ്മറി എത്രയൊക്കെയാണെന്നൊക്കെ മെഷർ ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലംസ് അല്ലെങ്കിൽ ആൾക്ക് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മെമ്മറി റിലേറ്റഡ് ഡിസോർഡേഴ്സ് പ്രോബ്ലംസിനൊക്കെ അഡ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യുന്നത്, മെമ്മറി ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് 3 കാര്യത്തിനാണ് പൊതുവെ നമ്മൾ മെമ്മറി ടെസ്റ്റിന്റെ മെയിൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് മെമ്മറി പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ നമുക്ക് അവർക്ക് ഉണ്ടാവുന്ന ചേഞ്ചസിനെ ട്രാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, there are different types of memory tests, each designed to measure a specific type of memory അല്ലെ. ഒരുപാട് ടൈപ്പ് ഓഫ് മെമ്മറീസ് നമ്മുടെ സൈക്കോളജിയിലെ പൈനിയേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ടെസ്റ്റുകൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നമുക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ആളുകളും സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെമ്മറിനെ മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെമ്മറി ടെസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൈക്കോളജി പറഞ്ഞ സബ്ജക്ട് ആക്ച്വലി വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് പണ്ട് ഇപ്പൊ പല ആളുകളും പറയുന്നത് സൈക്കോളജി എങ്ങനെയാണ് പഠിക്കുക, സൈക്കോളജിയിലെ പല കാര്യങ്ങളും എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ലെ. ഇപ്പൊ ഒരാളുടെ ഇന്റലിജൻസ്, ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, ഒരാളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതോ, ഒരാൾക്ക് ടച്ച് ചെയ്താൽ ഫീൽ ചെയ്യാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്റലിജൻസ് കാണാൻ പറ്റുമോ, എന്റെ ഇന്റലിജൻസിന് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്ക് അല്ലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ എന്റെ ഇന്റലിജൻസ്. ചിന്തിക്കുക. അപ്പൊ നോർമൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും സൈക്കോളജി പഠിച്ച ആളുകളല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നമ്മളെ മെമ്മറിയിലോ ഇന്റലിജൻസിലോ പെർസെപ്ഷനിലോ അറ്റൻഷനിലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പൊ നിങ്ങൾ സൈക്കോളജി പഠിക്കുകയല്ലേ, സൈക്കോളജിയിൽ ഏതൊരു വേരിയബിളിലും നമ്മൾ പഠിക്കുന്ന ഏതൊരു കാര്യത്തെയും ഏത് രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ മെഷർ ചെയ്യാനുള്ള ഒരുപാട് ടെസ്റ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെയും പറഞ്ഞത്. ഏത് മെമ്മറി ആണോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെമ്മറി, ഇപ്പൊ നിങ്ങൾക്ക് സെമാൻറ്റിക് മെമ്മറി ആണെന്നുണ്ടെങ്കിൽ സെമാൻറ്റിക് മെമ്മറി മെഷർ ചെയ്യാം, നിങ്ങൾക്ക് ഷോർട്ട് ടേം മെമ്മറി ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി മെഷർ ചെയ്യാം, നിങ്ങൾക്ക് വർക്കിംഗ് മെമ്മറി ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് മെമ്മറി നിങ്ങൾക്ക് മെഷർ ചെയ്യാം, നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറി ആണ് മെഷർ ചെയ്യണമെങ്കിൽ ലോങ് ടേം മെമ്മറി നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത് അല്ലെ, സച്ച് ആസ് ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, വർക്കിംഗ് മെമ്മറി. ഫോർ എക്സാമ്പിൾ, the digit span test is a popular short term memory test that involves repeating a series of numbers back in order. ഇപ്പൊ ഒരു ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷോർട്ട് ടേം മെമ്മറി ആയിരിക്കും മെഷർ ചെയ്യുക. എന്താ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാല് ആലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, അപ്പം ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോപ്പുലർലി സൈക്കോളജിയിൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി പ്രോമിനന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഡീലിംഗ് ഓൺ ടു ദി മെഷറിംഗ് മെമ്മറി. ഓക്കെ, നമുക്ക് മെഷറിംഗ് മെമ്മറിനെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. It is probably apparent that memory is not observable, although everyone can relate to it. അല്ലെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എന്റെ മെമ്മറി എത്രയാന്ന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, എന്റെ മെമ്മറിയെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ മെമ്മറിനെ ഒബ്സർവ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ നമുക്ക് ഒന്നിനും പറ്റില്ല അല്ലെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അതിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം നമ്മുടെ മെമ്മറി അങ്ങോട്ട് പണി മുടക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് സ്കൂളിൽ പോവോ? നിങ്ങൾക്ക് നിങ്ങളുടെ ചിൽഡ്രൻ, നിങ്ങൾക്ക് ഓൺ ചിൽഡ്രൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് അന്ന് ഫുഡ് കൊടുക്കുമോ? നിങ്ങൾക്കിപ്പോ നിങ്ങൾ മാരീഡ് ആയിട്ട് ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ ഓർമ്മ ഉണ്ടാവുമോ? നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയോ അല്ലെ. അപ്പൊ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഒബ്സർവബിൾ മേക്സ് മെമ്മറി ഡിഫിക്കൾട്ട് ടു ബി മെഷേർഡ് അല്ലെ.
ഇപ്പൊ പൊതുവേ നമ്മൾ പറയാറുണ്ട് അല്ലെ, സൈക്കോളജിക്കൽ മെഷർമെന്റും ഫിസിക്കൽ മെഷർമെന്റും. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടേബിളിന്റെ വിഡ്ത്ത് എത്രയാണ്, ആ ടേബിളിന്റെ ലെങ്ത് എത്രയാണ്, ഇഞ്ച് അടക്കം, സെന്റിമീറ്റർ അടക്കം, 0.5 അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, റൈറ്റ് അല്ലെ. ഇപ്പൊ ഒരു വാട്ടറിന്റെ, ഇപ്പൊ ഒരു 2 ലിറ്റർ ബോട്ടിൽ നമ്മൾ എടുത്ത ഒരു വാട്ടർ, അത് എത്രത്തോളം വെയിറ്റ് ഉണ്ട്, എത്ര ലിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് കറക്റ്റ് അല്ലെ, പോയിന്റ് പോലും വിടാതെ നമുക്ക് മെഷർ ചെയ്യാം. പക്ഷെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വേരിയബിൾസിനെ, ഇപ്പൊ ഇന്റലിജൻസും പേഴ്സണാലിറ്റിയും, ഇപ്പൊ നമ്മൾ പറയുന്ന മെമ്മറിനൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലെ മെഷർ ചെയ്യാനായിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ക്ലിനിക്കിൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു തെറ്റ് പോലും നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒരു മനുഷ്യന്റെ ലൈഫിനെ അത്രയും അഡ്വേഴ്സ് ആയിട്ടാണ് അല്ലെ ബാധിക്കുക. അല്ല, ചെറിയൊരു കാര്യമല്ല നമ്മളൊരാളുടെ നമുക്കൊരു എറർ ആയിട്ടുള്ള ഡയഗ്നോസ് വരിക എന്ന് പറഞ്ഞാൽ. So, and because of this, psychologists have invested decades of research in developing tools to measure memory. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മെമ്മറി ഇത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്, സൈക്കോളജിക്കൽ വേരിയബിൾസിനെ മെഷർ ചെയ്യാൻ ഇത്രത്തോളം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കോളജി ഫീൽഡിലുള്ള നമ്മുടെ ഒരുപാട് പയനിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഡിക്കേഡ്സ് ആണ്, നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ട് നമ്മുടെ മെമ്മറിനെ മെഷർ ചെയ്യാനുള്ള ടൂൾസ് അല്ലെങ്കിൽ അസസ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. Okay. In experimental research, several paradigms have been employed to measure memory. Here we will review 3. അതായത് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻലി 3 കാര്യങ്ങളാണ് മെമ്മറിനെ മെഷർ ചെയ്യാനായിട്ട് അവർ പൊതുവെ എടുക്കാറ്. ഓക്കെ, അതായത് എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കാര്യമാണ് പറയുന്നത്. So that the first one is free recall, the second one is priming, and the third one is sentence verification paradigm. So നമുക്ക് നോക്കാം എന്താണ് ഫ്രീ റീകോൾ എന്ന്. Free recall and recognition is a paradigm widely used in memory research. അല്ലെ, മെമ്മറി റിസർച്ചിൽ പോപ്പുലർലി യൂസ് ചെയ്യുന്ന ഒരു പാരാഡിയം ആണ് അല്ലെങ്കിൽ ടെക്നിക്കാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രീ റീകോൾ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രസന്റേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ് വേർഡ്സ്, നമ്പേഴ്സ്, ട്രൈഗ്രംസ് ദാറ്റ് പാർട്ടിസിപ്പൻസ് ഹാവ് ടു മെമ്മറൈസ്. ഈ ഒരു ഫ്രീ റീകോൾ സെക്ഷനിൽ മെയിൻലി അല്ലെ കുറച്ച് ഐറ്റത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സിന്റെ ഒക്കെ ലിസ്റ്റുകളായിരിക്കാം, ചിലപ്പം കുറച്ച് നമ്പേഴ്സ് ആയിരിക്കാം, ചില വേർഡ്സ് ആയിരിക്കാം, ചില ഡയഗ്രാംസ് ആയിരിക്കാം അല്ലെ. ആളുകളോട് മെമ്മറൈസ് ചെയ്യാൻ പറഞ്ഞ് അല്ലെ, നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് ഇങ്ങനെയുള്ള ഐറ്റംസ് എന്ന് പറയാൻ ഇറ്റ് ക്യാൻ ബി വേർഡ്സ്, നമ്പേഴ്സ് ഓർ ഡയഗ്രാംസ്. ഓക്കെ, after some time participants are asked to recall such a list, usually in any order. അല്ലെ, അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഞാൻ തരികയാണ് നിങ്ങൾക്ക്. ഇപ്പൊ എനി കൈൻഡ് ഓഫ് വേർഡ്സ്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഫോൺ, ലാപ്ടോപ്പ്, ചാർജർ അല്ലെ, ക്ലിപ്പ്, പ്രയർ, ബക്കറ്റ്, വാട്ടർ ബോട്ടിൽ, ക്രീം, ബാഗ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് ലിസ്റ്റ് തന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളിത് മെമ്മറൈസ് ചെയ്യണം. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആഫ്റ്റർ സം ടൈം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, കുഡ് യു പ്ലീസ് റിമെമ്പർ ദോസ് ലിസ്റ്റ് ഇൻ എനി ഓർഡർ. നിങ്ങൾ എനി ഓർഡറിൽ ഈ ലിസ്റ്റ് ഒന്ന് എനിക്ക് റീകോൾ ചെയ്തിട്ട് പറഞ്ഞു തരുമോ, ഞാൻ എന്ത് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. അതാണ് ഫ്രീ റീകോൾ. കണ്ടോ, ഇവിടെ ഓർഡറിൽ തന്നെ പറയണമെന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു ടെക്നിക്കിന് ഫ്രീ റീകോൾ എന്ന് പറയാനുള്ള ഒരു കാരണം. ഓക്കെ, ദ മോർ ഐറ്റംസ് പാർട്ടിസിപ്പൻസ് റിമെമ്പർ ദ ബെറ്റർ ദെയർ മെമ്മറീസ്. അപ്പൊ ഫ്രീ റീകോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മളൊരു 25 ഐറ്റംസ് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ 25 നമ്പേഴ്സോ ഡയഗ്രാംസോ വേർഡ്സോ നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് ഒരാൾക്ക് 25 എണ്ണം പറയാൻ പറ്റി, അല്ലെങ്കിൽ ഒരാൾക്ക് 24 എണ്ണം പറയാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇവാലുവേഷനിലോട്ട് എത്താം, അല്ലെങ്കിൽ എന്ത് കൺക്ലൂഷനിലോട്ട് നമുക്ക് എത്താം, ആ ആള് നല്ല രീതിയിലുള്ള അല്ലെ മെമ്മറി ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. The subject shows very good memory എന്ന് നമുക്ക് പറയാൻ പറ്റും. The second one is priming. Priming is the method through which participants are given a list of words they must remember. അല്ലെ, അതായത് ഇതിൽ പറയുന്നത് എന്താ, തീർച്ചയായിട്ടും നിങ്ങൾ റിമെമ്പർ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് ഒരു പാർട്ടിസിപ്പൻസ് നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, പ്ലേ ഗ്രൗണ്ട്, ഹോസ്പിറ്റൽ, ട്രീ, മാത്തമാറ്റിക്സ്, സ്നാക്ക് ആൻഡ് പെൻസിൽ. During the testing phase, participants are given a list of parts of words. Following the example, the list would be the following: PL, tell, THE, MA, CK, and pen. However, such a list would be also include parts of words that have not been learned previously. Okay, അതായത് ഇപ്പം നമ്മൾ PL എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, TA എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം
അല്ലെ. TH എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, MA എന്ന് പറയുന്നത് അല്ലെ. ഇത് ആക്ച്വലി ഒരു വേർഡ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ്സ് എന്ന് പറഞ്ഞാല് മാത്തമാറ്റിക്സ് 3 ഇതിനൊക്കെ നമുക്കൊരു മീനിങ് ഉണ്ട് അല്ലെ. ഇതിനൊക്കെ നമുക്കൊരു ഇമാജിനേഷൻ അല്ലെ നടത്താം അല്ലെ. സെക്കൻഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് എന്ത് മാത്രമാണ് അല്ലെ, കുറച്ച് ആൽഫബറ്റ്സ് മാത്രമാണ്. PL, TAL അല്ലെ. However, such a list would also include parts of words that have not been learned previously അല്ലെ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അല്ലെ പഠിച്ച വേർഡ്സിലെ കുറച്ച് അല്ലെ ലെറ്റേഴ്സ് മാത്രമാണ് നമുക്ക് തന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇവരടുത്ത് പെട്ടെന്ന് മെമ്മറി ക്യാൻ ബി ഒബ്സർവ് ദാറ്റ് പ്രൈം വേർഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫാസ്റ്റർ ദാൻ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചിലപ്പോ MA എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട മാത്തമാറ്റിക്സ് ഓർമ്മ വരും അല്ലെ. ഇപ്പൊ പെന്ന് കാണുമ്പോൾ നമുക്ക് പെൻസിൽ ഓർമ്മ വരും അല്ലെ. ഇപ്പം മേ ബി TA എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റല് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പം ഇങ്ങനെ പ്രൈം ചെയ്യുന്ന വേർഡ്സ് കുറച്ചും കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി മെമ്മറി മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ മെമ്മറി മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്രൈമിംഗ് കണ്ടോ, അതായത് കുറച്ച് വേർഡ്സ് നമ്മൾ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഫേസിൽ കുറച്ച് വേർഡ്സ് തന്നിട്ട് സെക്കൻഡ് ഫേസിൽ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൈം മാത്രം തന്നു കഴിഞ്ഞാൽ ഈ പ്രൈമിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വേർഡ്സിനെ ഫാസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ടെസ്റ്റ് പറയുന്നത്. The last one is sentence verification paradigm. This involves stating sentences to participants and asking them to answer as fast as possible whether the sentence is true or false. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, സെന്റൻസ് കൊടുത്തിട്ട് പാർട്ടിസിപ്പൻസ് പറയണം എത്രയും പെട്ടെന്ന് ഇത് ട്രൂ ആണോ ഫാൾസോ ആണെന്ന് പറയണം. An example would include research saying the sky is green. സ്കൈ ഗ്രീൻ ആണോ, അല്ലല്ലോ, സ്കൈ ഇസ് ബ്ലൂ റൈറ്റ്. അപ്പൊ ഇവിടെ പ്രോബബ്ലി ഇവർ എന്തായിരിക്കും പറയാ അല്ലെ, ഫാൾസ് എന്നായിരിക്കും. The faster the answer is given, the better the memory is consolidated. അതായത് എത്രത്തോളം പെട്ടെന്ന് ഇവർ പറയുന്നോ അല്ലെ, the rose is blue എന്ന് പറഞ്ഞ ആക്ച്വലി ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് the roses are red എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എത്രത്തോളം പെട്ടെന്ന് ഇവർക്ക് ഫാസ്റ്റർ ആയിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ മെമ്മറി അത്രത്തോളം ബെറ്റർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ആക്ച്വലി മെഷറിംഗ് മെമ്മറിയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെമ്മറി മെഷർ ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഡിക്കേഡ്സ് നമ്മളെ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ഇതിൽ അല്ലെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെ മെമ്മറി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഹവർ നമ്മൾ മെമ്മറി എക്സ്പെരിമെന്റൽ റിസർച്ചിൽ 3 പാരാഡിംസ് ആണ് യൂസ് ചെയ്യുന്നത്. The first one is free recall, the second one is priming, and the third one is sentence verification paradigm. ഫ്രീ റീകോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ആക്ച്വലി അല്ല അവർക്ക് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അത് റീകോൾ തിരിച്ചു പറയാനായിട്ട് പറയാണ്. ഓർഡറിലൊന്നും പറയണ്ട, 25 വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 25 വേർഡ്സും പല ഓർഡറിൽ അവർക്ക് പറയാം അല്ലെ. അതുകൊണ്ടാണ് ഇതിന് ഫ്രീ റീകോൾ എന്ന് പറയുന്നത്. ഒരു ഓർഡറിൽ പറയണമെന്നോ കറക്റ്റ് സീക്വൻസിൽ പറയണമെന്നോ ഒന്നുമില്ല. എത്രത്തോളം ഐറ്റംസ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വേർഡ്സ് ഐറ്റംസ് എത്രത്തോളം ഇവർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ബെറ്റർ ആയിരിക്കും ഇവരുടെ മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രൈമിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അല്ലെ കുറച്ച് അല്ലെ തീർച്ചയായിട്ടും ഓർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുക്കുകയാണ്. ലൈക്ക് പ്ലേ ഗ്രൗണ്ട്, സ്നാക്ക്, പെൻസിൽ, മാത്തമാറ്റിക്സ് 3, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് വേറെ ഒരു ലിസ്റ്റ് ഓഫ് പാർട്സ് ഓഫ് വേർഡ്സ് കൊടുക്കുകയാണ് അല്ലെ. അതായത് PL, TAL, THE, MA, CK, PE എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആക്ച്വലി ഇവർക്ക് ചില ഇതിലുള്ള ലിസ്റ്റ് ഓഫ് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച ലിസ്റ്റ് ഓഫ് വേർഡ്സിലുള്ള അല്ലെ കുറച്ച് പ്രൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഇതിലുണ്ട്. അപ്പൊ PE എന്ന് പറയുമ്പോൾ അവർക്ക് പെൻസിൽ ഓർമ്മ വരും അല്ലെ. അതുപോലെ TA എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റൽ ഓർമ്മ വരും. അപ്പം ഇങ്ങനെ എത്രത്തോളം പ്രൈമിംഗ് വേർഡ്സ് ഈ പ്രൈംഡ് വേർഡ്സ് അവരെ വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിക്കാണ് പ്രൈമിംഗ് പറയുന്നത്. നെക്സ്റ്റ് വൺ സെന്റൻസ് വെരിഫിക്കേഷൻ പാരാഡിയം. എത്രത്തോളം പെട്ടെന്നായിട്ട് നമ്മളെ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്ത് ഫാസ്റ്റർ ആയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം സ്കൈ ഇസ് ഗ്രീൻ എന്ന് പറഞ്ഞ സമയത്ത് വി ഒബ്വിയസ്ലി റെസ്പോണ്ടഡ് ടു ദിസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദ റോസസ് ആർ റെഡ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്ന് പറയണ എന്ത്, ഇറ്റ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതായത് എത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് ഇവർക്ക് എന്ത് ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആൻസർ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഇവർ ഗിവൻ ചെയ്യുന്നോ അത്രത്തോളം ഇവരുടെ മെമ്മറി കൺസോളിഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇവർക്ക് അത്രത്തോളം ബെറ്റർ മെമ്മറി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് മെമ്മറി ടെസ്റ്റ് ഇൻ സൈക്കോളജിയിൽ. സൈക്കോളജിയിൽ കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള മെമ്മറി ടെസ്റ്റിനെ കുറച്ച് പേരുകളാണ് നമ്മൾ പറയുന്നത്. ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല.
പക്ഷെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. സോ WISC-4 Wechsler Intelligence Scale for Children provides information about working memory, processing speed and auditory working memory. Okay, അതായത് ഒരു കുട്ടികളുടെ വർക്കിംഗ് മെമ്മറിയെ കുറിച്ചും അതുപോലെ അവരുടെ പ്രോസസിംഗ് സ്പീഡ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു മാത്തമാറ്റിക്സ് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ എബിലിറ്റിയാണ് നമ്മൾ പ്രോസസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഓഡിറ്ററി വർക്കിംഗ് മെമ്മറി, ഇപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് എത്രത്തോളം അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, അതാണ് ഓഡിറ്ററി. അല്ലെ, കേട്ട കാര്യങ്ങൾ എത്രത്തോളം ആ ഷോർട്ട് ടേം മെമ്മറിയിൽ അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്നോ. അപ്പം ഇത്തരം കാര്യങ്ങളെ ആയിരിക്കും വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിസ്. W stand for Wechsler, I stand for intelligence, S stands for scale and C stands for children. WISC-4 അതായത് ഇപ്പൊ നമ്മൾ പ്രോമിനന്റ്ലി കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ മെമ്മറി ടെസ്റ്റ് ആണ് WISC-4 അല്ല 5 എന്ന് പറയുന്നത്. അപ്പം 5ാമത്തെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ 5ാമത്തെ റിവിഷൻ ആണ് നമ്മളിപ്പോ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. The next one is WPPSI-4 Wechsler Preschool and Primary Intelligence Scale. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇത് പ്രീ സ്കൂളിലുള്ള കുട്ടികൾക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ. ഇപ്പൊ നമുക്കിത് ആക്ച്വലി അഡോളസൻസിലോ ഉള്ള കുട്ടികൾക്കൊന്നും ആക്ച്വലി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിലൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ മെഷർ എ ചൈൽഡ്സ് വർക്കിംഗ് മെമ്മറി. ഇത് എന്തെങ്കിലും ഒരാളുടെ വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി. നമുക്കറിയാലോ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അല്ലെ, ഷോർട്ട് ടേം മെമ്മറിയാണ് അല്ലെ. The next one is WMRS Working Memory Rating Scale can identify early working memory difficulties. ഇന്നിപ്പോ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് WMR എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മെമ്മറി റേറ്റിംഗ് സ്കെയില്. ഓക്കെ, ഇതിൽ നമ്മൾ മെമ്മറി ഡിഫിക്കൽട്ടീസ്, ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് മെമ്മറി പ്രോബ്ലംസ്, മെമ്മറിയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അധികം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ആക്ച്വലി WMRS എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് Working Memory Rating Scale. The third one is BAS-3 British Ability Scale 3. അതായത് 3ാമത്തെ റിവിഷൻ ആണ്. ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞു, സെക്കൻഡ് റിവിഷൻ കഴിഞ്ഞു, തേർഡ് റിവിഷൻ ആണ് നമ്മൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. Assess working memory. Okay, the second one is TOML-2 Test of Memory and Learning is used to measure verbal memory, non-verbal memory, composite memory, verbal delay recall, sequential memory, free recall and associative recall. ഇപ്പൊ ബ്രിട്ടീഷ് എബിലിറ്റി സ്കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യുന്ന അത്രത്തോളം കൺവീനിയന്റ് അല്ല. ഓക്കെ, നമ്മൾ പൊതുവെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ വാലിഡും റിലയബിളും ആയിട്ടുള്ള നമ്മുടെ നോംസ് ആയിട്ട് ഒത്തുചേരുന്ന രീതിക്കുള്ള അല്ലെ ഏതൊരു സ്കെയിൽ അല്ലെങ്കിൽ ഏതൊരു ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ. ആ നാട്ടിലെ ആളുകൾക്ക് അതേ അല്ലെ. ഇപ്പൊ ബ്രിട്ടീഷിലെ ആളുകളും നമ്മുടെ ആളുകളും തമ്മിൽ കോഗ്നിറ്റീവിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അവരുടെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പോഷറും അവരുടെ എൻവയോൺമെന്റൽ കണ്ടീഷനും എല്ലാം നമുക്ക് ഇന്ത്യയിലുള്ളത്. അപ്പം ബ്രിട്ടീഷ് എബിലിറ്റി സ്കെയിലൊന്നും നമ്മളിപ്പം ആക്ച്വലി ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് TOML-2 ടെസ്റ്റ് ഓഫ് മെമ്മറി ആൻഡ് ലേണിംഗ്. ഓക്കെ, ഒരാളുടെ മെമ്മറി അല്ലെങ്കിൽ കുട്ടികളുടെ മെമ്മറി, ലേണിംഗ് ഇതിനെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ആളുകളുടെ വേർബൽ മെമ്മറി എത്രയാണ്, അവരുടെ നോൺ വേർബൽ മെമ്മറി എത്രയാണ്, അവരുടെ കമ്പോസിറ്റ് മെമ്മറി എങ്ങനെയാണ്, അവരുടെ വേർബൽ ഡിലേഡ് റീകോൾ എത്രയാണ്, അവിടെ എങ്ങനെയാണ് സീക്വൻഷ്യൽ മെമ്മറി വരുന്നത്, അവരുടെ ഫ്രീ റീകോൾ എങ്ങനെയാണ്, അവരുടെ അസോസിയേറ്റീവ് റീകോൾ എങ്ങനെയാണ്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഡൊമൈൻസ് അല്ലെങ്കിൽ മെമ്മറിയുടെ ഒരുപാട് കമ്പണൻസ് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് TOML-2 എന്നൊക്കെ പറയുന്നത്. The next one is WAIS-4 Wechsler Adult Intelligence Scale provides information about the retention, processing and organization of information. അപ്പൊ വെയ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റലിജൻസിന്റെ ടെസ്റ്റ്. ഇറ്റ് ഇസ് എ ഇന്റലിജൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇന്റലിജൻസിന്റെ ടെസ്റ്റിൽ ആക്ച്വലി ഇതിൽ ഒരുപാട് സബ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം വെയ്സ് തന്നെ വെയ്സിന്റെ വേർഷനിൽ നമുക്ക് ഒരുപാട് സബ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിലെ വൺ ഓഫ് ദ സബ് ടെസ്റ്റ് ആണ് ആക്ച്വലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഈ മെമ്മറിയിൽ ആക്ച്വലി ഒരാളുടെ വർക്കിംഗ് മെമ്മറി എത്രയാണ്, ഷോർട്ട് ടേം മെമ്മറി എന്താണെന്നൊക്കെ നമ്മൾ ആക്ച്വലി ഇന്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് അതിലൊരു വൺ ഓഫ് ദി കമ്പോണന്റ് ആണല്ലോ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു WAIS-4 ആക്ച്വലി മെമ്മറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് Wechsler മെമ്മറി സ്കെയിൽ 4. Wechsler ഇന്റലിജൻസ് സ്കെയിൽ പോലെയല്ല, Wechsler മെമ്മറി മാത്രം മെഷർ ചെയ്യാനായിട്ട് അല്ലെ ഒരു മെമ്മറി സ്കെയിലും കൂടി ആളെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ആള് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 4th അഡാപ്റ്റേഷൻ റിവിഷൻ വേർഷൻ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. മെഷേഴ്സ് ഓഡിറ്ററി, വിഷ്വൽ വർക്കിംഗ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് മെമ്മറീസ് അല്ലെ ഒരാളുടെ ഡിലേഡ് മെമ്മറീസിനെ കുറിച്ച്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെമ്മറി, ആളുടെ വർക്കിംഗ് മെമ്മറി, വിഷ്വൽ വർക്കിംഗ് മെമ്മറി അല്ലെ ആളുടെ ഓഡിറ്ററി മെമ്മറി, ആളുടെ വിഷ്വൽ മെമ്മറി ഒക്കെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്
വെഷ്ലർ മെമ്മറി സ്കെയില് മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ WMRS-ഉം WMS-ഉം നിങ്ങൾക്ക് ഒരിക്കലും മാറും. WMRS എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മെമ്മറി റേറ്റിംഗ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ WMS എന്ന് പറഞ്ഞാൽ വെഷ്ലർ മെമ്മറി സ്കെയിലാണ്. അപ്പൊ അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് മെമ്മറി റേറ്റ് സ്കെയിൽസും അതുപോലെ വിസ്ക് 5-ഉം അതുപോലെ തന്നെ WPSI 4 കുട്ടികൾക്ക് കാണുന്ന WPSI 4 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ വെഷ്ലർ മെമ്മറി സ്കെയിലും ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്കെയിലാണ് PGI മെമ്മറി അല്ലെങ്കിൽ വെഷ്ലർ മെമ്മറി സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം അല്ലെ. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മെമ്മറി ഇമ്പയർമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ഹെഡ് ഇഞ്ചുറീസ്, ഹെഡ് ട്രോമ അല്ലെ. ആളുകൾക്ക് ആക്സിഡൻസ് കാരണോ അല്ലെങ്കിൽ അവർക്ക് അല്ലെ പെട്ടെന്ന് അവര് വർക്കിന് പോകുന്ന സമയത്ത് അല്ലെ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻസ്, മെഡിക്കൽ രീതിയിലുള്ള ആക്സിഡൻസ് കാരണം അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ മെമ്മറി ഇമ്പയർമെന്റ് വരാറുണ്ട് അല്ലെ. അതായത് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മുടെ ബ്രെയിനിലെ പല ഏരിയാസും പല ഫങ്ഷൻസിനെ ആയിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് ലോക്കലൈസേഷൻ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ മെമ്മറി ഒരു റീജിയൻ ആയിരിക്കാം, ലേണിംഗ് ഒരു റീജിയൻ ആയിരിക്കാം, മോട്ടിവേഷൻ ഒരു റീജിയൻ ആയിരിക്കാം അല്ലെ, നമ്മുടെ ഹങ്കർ ഒരു റീജിയൻ ആയിരിക്കാം, നമ്മുടെ സെറ്റൈറ്റി ഒരു റീജിയൻ ആയിരിക്കാം അല്ലെ, നമ്മുടെ സെക്ഷുവൽ മോട്ടിവേഷൻ ഒരു റീജിയൻ ആയിരിക്കാം, നമ്മുടെ അഗ്രഷൻ ഒരു റീജിയൻ ആയിരിക്കാം, നമ്മുടെ ഇമോഷൻ വേറെ റീജിയൻ ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ബ്രെയിനിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ഏരിയാസിന് എന്തെങ്കിലും ഇമ്പയർമെന്റ് വരുന്ന സമയത്താണ് ആക്ച്വലി അവർക്ക് എന്ത് വരുന്നത്, മെമ്മറി ഇമ്പയർമെന്റ് വരുന്നത്. ദാറ്റ് ഈസ് ഹെഡ് ഇഞ്ചുറീസ്, ബ്രെയിൻ ട്യൂമേഴ്സ് ഓർ ബ്രെയിൻ ഇൻഫെക്ഷൻ അല്ലെ. ബ്രെയിനിലെ CSF-ലോ അല്ലെങ്കിൽ ബ്രെയിനിലെ മെനിഞ്ചസിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെ, ബ്രെയിനിൽ ഗ്രോത്ത് വരുന്നത്, ട്യൂമേഴ്സ്, ബ്രെയിൻ അല്ലെ, ക്യാൻസേഴ്സ് അല്ലെ, ക്യാൻസർ സെൽസ് എഫക്ട് ചെയ്യുന്നത്, സ്ട്രോക്ക് അല്ലെ, നമുക്ക് അറ്റാക്ക് വരുന്നത്, അതുപോലെ വിറ്റാമിൻ ഡെഫിഷ്യൻസി. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പൊ ആക്ച്വലി ഇതിൽ കുട്ടികളുള്ള ആളുകൾ ഉണ്ടാവാം. നിങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ വിറ്റാമിൻസും പ്രോട്ടീൻസും കുട്ടികളിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം. നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് റൈസ് പ്രൊവൈഡ് ചെയ്തിട്ടോ കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടോ ഒരു കാര്യം ആക്ച്വലി ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോ കുട്ടികൾക്ക് അവഗാഡോ, നട്ട്സ് അത് അവർക്ക് വേണ്ട, അവരുടെ ബ്രെയിൻ, നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രം ഒരിക്കലും അല്ലെ. നമ്മുടെ കേരളീയരുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ മണ്ടത്തരമുള്ളൊരു ചിന്താഗതിയാണ് ആക്ച്വലി പറഞ്ഞാല് നമ്മുടെ ഫുഡ് ഭയങ്കരമാണ്. നമ്മുടെ ഫുഡിന്റെ രീതി അല്ലെങ്കിൽ അല്ലെ ഒരുപാട് മസാലയാണ്. നമ്മൾ ആക്ച്വലി നല്ലൊരു ഫ്രൂട്ടിനെ അല്ലെങ്കിൽ നല്ലൊരു വെജിറ്റബിളിനെ ഏറ്റവും ബാഡ് ആയിട്ടാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത്, ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് റോ ആയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് അതിൽ ഉപ്പോ കുരുമുളകോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് സലാഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ. നമ്മൾ ഈ ഫിസിക്കൽ ഗ്രോത്തിന് മാത്രമല്ല ഈ ന്യൂട്രിയൻസ് ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനാണ്. അപ്പൊ ഇപ്പം ക്യാരിയിങ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇപ്പം ചെറിയ പിള്ളേരുള്ള കുട്ടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നമ്മൾ ക്ലിനിക്കിൽ ഒരുപാട് കണ്ടീഷൻസ് ആക്ച്വലി കാണാറുണ്ട്. അതായത് കുട്ടികളുടെ മെമ്മറി പ്രോബ്ലംസ്. ഇപ്പൊ നമ്മൾ കേസ് ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് അമ്മയുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയായിരുന്നു, ഏർലി ലൈഫിൽ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കുറുക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും വേണ്ട കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അവരെ വയറിനെ ഫീഡ് ചെയ്യുന്നതിനെ പോലെ തന്നെ അവരുടെ ബ്രെയിനിനെ കൂടി ഫീഡ് ചെയ്യാൻ നോക്കുക, നല്ല ഫുഡുകൾ കൊടുത്തിട്ട്. ഇപ്പൊ നട്ട്സ് ആയിക്കോട്ടെ, അവക്കാഡോസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, മെമ്മറി ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ എന്തോ ഇമ്പയർമെന്റ് വരുന്നതുകൊണ്ടാണല്ലോ മെമ്മറി ഡിക്ലൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോട്ടീൻ ഇംബാലൻസ് ഒക്കെ അവരുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിനും കൂടി എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ആക്ച്വലി ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പേഷ്യന്റ് ആയിട്ടായി അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു കണ്ടീഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികളെ നമ്മൾ അത്തരം കണ്ടീഷനിലോട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ദയവേത് റെമഡിയൽ മെഷേഴ്സ് എടുക്കുക എന്ന് ഞാൻ പറയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഡിപ്രഷൻ. ഡിപ്രഷനിലെ ആളുകൾക്ക് മെമ്മറി ഇമ്പയർമെന്റ് നമ്മൾ കാണാറുണ്ട്. കാരണം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു ന്യൂറോട്ടിക് കണ്ടീഷൻ ആണ്. അപ്പം ഒരുപാട് ഹോർമോൺസിന്റെ ഇംബാലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഡിപ്രഷൻ അസോസിയേറ്റ് ചെയ്തിട്ട് മെമ്മറി ഇമ്പയർമെന്റ്സ് വരാറുണ്ട്. എല്ലാ കേസിലും എല്ലാ ഡിപ്രഷനിലെ ആളുകൾക്കും മെമ്മറി ഇമ്പയർമെന്റ് ദർ ഇസ് എ ചാൻസ്, അത്രേ പറയുന്നുള്ളൂ.
Okay, that is next one is thyroid disorder. Thyroid ഹോർമോൺസിന്റെ അതിന്റെ ഇംബാലൻസോ അല്ലെങ്കിൽ അതിന്റെ ഓവർ സെക്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്ത് കാണാറുണ്ട്? മെമ്മറി ഇമ്പയർമെന്റ് കാണാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇൽനെസസ് ആണ്. അംനീഷ്യ, ഡിമെൻഷ്യ, അൽഷൈമർ പോലെയുള്ള മെമ്മറി ഡിസോർഡേഴ്സ് കാരണം നമുക്ക് നമ്മുടെ മെമ്മറി ഇമ്പയർമെന്റ് അല്ലെ, അംനീഷ്യ വന്ന ഒരാളെ മെമ്മറി തന്നെയാണ് എന്ത് ചെയ്യുന്നത് അല്ലെ, ആൾക്ക് ഇമ്പയർമെന്റ് ആവുന്നത് മെമ്മറി തന്നെയാണ്. ഡിമെൻഷ്യ വരുന്ന ഒരാൾക്കും മെമ്മറി തന്നെയാണ് ഇമ്പയർമെന്റ് ആവുന്നത്. അൽഷൈമർ വരുന്ന ഒരാൾക്കും മെമ്മറി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മേജർലി എന്ത് ചെയ്യുന്നത്, ഇമ്പയർമെന്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മെമ്മറി ഇമ്പയർമെന്റിന് കാരണമാവുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ് ഇഞ്ചുറീസ്, സെക്കൻഡ് വൺ ഇസ് ബ്രെയിൻ ഇൻഫെക്ഷൻസ്, തേർഡ് വൺ ഇസ് സ്ട്രോക്ക്, ഫോർത്ത് വൺ ഇസ് വിറ്റാമിൻ ഡെഫിഷ്യൻസി, and fifth one is depression, sixth one is thyroid disorders, and seventh one is illness such as dementia, amnesia and Alzheimer. Okay. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് മെമ്മറി ടെസ്റ്റ് ആണ് അല്ലെ. മെമ്മറി ടെസ്റ്റിന്റെ അല്ലെ പല മെമ്മറി ടെസ്റ്റ് നമ്മൾ കണ്ടു അല്ലെ. ഇപ്പം നമ്മൾ ഒരുപാടെണ്ണം അല്ലെ, വർക്കിംഗ് മെമ്മറി റേറ്റിംഗ് സ്കെയിൽ കണ്ടു, വെഷ്ലർ മെമ്മറി സ്കെയിൽ കണ്ടു, വെഷ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ കണ്ടു. ഒരുപാട് കാര്യത്തിനെ കുറിച്ച് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനൊക്കെ കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ആണ് ഇതിൽ മെഷർ ചെയ്യുന്നതെന്നാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇമ്മീഡിയറ്റ് റീകോൾ. എന്താണോ ഇമ്മീഡിയറ്റ് റീകോൾ എന്ന് പറഞ്ഞാൽ? This assesses a person's ability to remember information immediately after it is presented. അതായത് ഒരു സാധനം കാണിച്ച ഉടനെ അത് പെട്ടെന്ന് നമ്മുടെ വിഷ്വൽ സീനിന്ന് മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ വ്യൂന്ന് മാറ്റി, ആ സമയത്ത് തന്നെ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കണ്ടത് എന്താണോ, നമ്മൾ കേട്ടത് എന്താണോ എന്ന് പറയാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാല് ഇമ്മീഡിയറ്റ് റീകോൾ എന്ന് പറഞ്ഞാൽ. ഇമ്മീഡിയറ്റ് റീകോളിന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഇസ് ഡിജിറ്റ് വേർഡ് ലിസ്റ്റും, ദ സെക്കൻഡ് വൺ ഇസ് ഡിജിറ്റ് സ്പാനും. ഓക്കെ, വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റീകോളിംഗ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് പ്രസന്റഡ് ബ്രീഫ്ലി. അതായത് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ, ഇപ്പൊ ഞാനൊരു റിസർച്ചർ ആണ്, നിങ്ങൾ എന്റെ റിസർച്ചിന്റെ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പൊ ഞാൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന എന്റെ റൂമില് നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ 10 ആൾക്കാരെ ഞാൻ ഇങ്ങനെ ചെയറിൽ ഇരുത്തിയേക്കുക. ഞാൻ നിങ്ങളുടെ മുന്നിലുള്ള ഒരു സ്ക്രീനില്, ഒരു ഡിജിറ്റൽ സ്ക്രീനില് ഒരു 20 ലിസ്റ്റ് ഓഫ് വേർഡ്സ് കാണിക്കുകയാണ്. സച്ച് ആസ് അല്ലെ, ഇപ്പം സച്ച് ആസ് ക്ലിപ്പ്, ഡ്രസ്, കവറ്, ക്യാരി ബാഗ്, ക്രീം, വാട്ടർ ബോട്ടിൽ, ജഗ്, ഫോണ്, ചാർജർ, മഗ്, വെസല്, ടീസ്പൂണ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. അത് പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അത് കാണിച്ചു, ഒരു മിനിറ്റ് തന്നു, പെട്ടെന്ന് തന്നെ ഞാൻ അത് എന്ത് ചെയ്തു, നിങ്ങളുടെ പെട്ടെന്ന് തന്നെ അത് സ്ലൈഡ് മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ട വേർഡ്സ് എന്തൊക്കെയാണ്, അതൊന്ന് റീകോൾ ചെയ്യാമോ? ഇതാണ് ആക്ച്വലി വേർഡ് ലിസ്റ്റ്. ഇമ്മീഡിയറ്റ് റീകോൾ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കും. ഒന്ന് വേർഡ് ലിസ്റ്റ് വരയ്ക്കാം. The second one is digit span. Repeating a series of numbers either forward or backward. അതായത് ഞാനിപ്പം പറയാണ് നിങ്ങളുടെ അടുത്ത് 1, 2, 6, 8, 9, 7, 4. ഈ ഒരു വേർഡ് ഒന്നെങ്കിൽ ഈ രീതിയിൽ പറയാനോ അല്ലെങ്കിൽ ബാക്ക്വേർഡിൽ പറയാനോ ഞാൻ പറയും. ഓക്കെ, അതായത് ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ഡിജിറ്റ്സ് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയം തന്നെ ഞാൻ എന്താണോ പറഞ്ഞത്, ആ കേട്ട ഡിജിറ്റ്സ് നിങ്ങളുടെ അടുത്ത് എയ്തർ ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേർഡോ ആയിട്ട് എന്ത് ചെയ്യാൻ പറയും, പറയാനായിട്ട് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് റീകോൾ നമ്മൾ മെഷർ ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് ഡിലൈഡ് റീകോൾ. കണ്ടോ, ഈ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിലേഡ് ആണ് അല്ലെ, അപ്പം തന്നെ പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് അല്ലെ, അതൊരു കോമൺ സെൻസ് ആണ്. This tests how well a person can remember information after a delay. അല്ലെ, അതായത് ഡിലേക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പോസിന് ശേഷം എത്രത്തോളം നമ്മൾ കേട്ട ഒരു കാര്യം നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കാര്യം നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു മെമ്മറിന്റെ കമ്പോണന്റ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് അസസ് ദ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി അല്ലെ, അതായത് എത്രത്തോളം നന്നായിട്ട് ആ മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇത് ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ഇതിന് മെയിൻലി രണ്ട് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിലേഡ് വേർഡ് ലിസ്റ്റും ഡിലേഡ് സ്റ്റോറി റീകോളും. അതായത് ഡിലേഡ് വേർഡ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പം സെയിം ലിസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സെയിം ലിസ്റ്റ് കാണിച്ചു തരാണ്. ഓക്കെ, കാണിച്ചു തന്നു, ആ 25 വേർഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്കൊരു പാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂവിയിലെ സീനോ ഒരു കോമഡി സീനോ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു ഡിലേ തന്നു.
അത് വേറൊരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറൊരു മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും ചോദിക്കാതെ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുക ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഡിലേ കഴിഞ്ഞാൽ നിങ്ങളത് ചോദിക്കുകയാണ് ആ സെയിം ലിസ്റ്റ് റീകോൾ ചെയ്യാനായിട്ട്. ഇതാണ് ഡിലേഡ് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് ഡിലേഡ് സ്റ്റോറി റീകോൾ. ഓക്കെ, അതായത് ഞാനിപ്പം ആ സെയിം റിസർച്ച് റൂമിൽ വെച്ചിട്ട് തന്നെ ഈ 10 ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഒരു 3-4 മണിക്കൂറിന് നിങ്ങളെ ഒരു ആക്ടിവിറ്റിയോ ഗെയിമിലോ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പ്രസന്റ് ചെയ്ത അല്ലെങ്കിൽ ഏർലിയറിൽ ഞാൻ പ്രസന്റ് ചെയ്ത ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറയാണ്, ആ സ്റ്റോറിയിലെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് റീകോൾ ചെയ്യാൻ പറയാണ്. ഇതാണ് ഡിലേഡ് സ്റ്റോറി റീകോൾ. ഇവിടെ എങ്ങനെയാണ്, സ്റ്റോറി പറയുന്നു, അടുത്തത് കുറച്ച് മണിക്കൂറിലോട്ട് നിങ്ങളെ ഒരു ഡിലേ തരികയാണ്, വേറെ ഒരു ആക്ടിവിറ്റിയിലോട്ടോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഡിലേക്ക് ശേഷം അത് റീകോൾ ചെയ്യാൻ പറയാണ്. ഇമ്മീഡിയറ്റ് റീകോൾ അങ്ങനെയായിരുന്നു അല്ലല്ലോ, പറഞ്ഞ ഉടനെ തന്നെ ഒരു ഡിലേ തരാതെ നിങ്ങൾക്ക് പറയിക്കുകയാണ്. പക്ഷെ നേരെ മറിച്ച് ഡിലേഡ് റീകോൾ എങ്ങനെയാണ്, അല്ലെ, നിങ്ങൾക്ക് ആ സാധനം തന്നിട്ട് ഒരു ഡിലേ തന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുന്നത്. The third one is recognition. This component evaluates a person's ability to recognize previously learned information among distractors. Examples include word recognition, picture recognition. അതായത് this component evaluates a person's ability to recognize previously learned information among distractors. അതായത് നിങ്ങൾ പഠിച്ചൊരു കാര്യത്തിന്റെ കൂടെ ഒരുപാട് ഡിസ്ട്രാക്ടേഴ്സിനെ നിങ്ങളെ അറ്റൻഷനെ മെമ്മറി ഡിസ്ട്രാക്ട് ചെയ്ത് ഒരുപാട് കാര്യത്തിനെയും കൂടി വെക്കും. എന്നിട്ട് കറക്റ്റ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം നിങ്ങൾ മുന്നേ കണ്ട കാര്യങ്ങൾ. അതായത് ഈ ഡിസ്ട്രാക്ടേഴ്സിന്റെ ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെ, നിങ്ങൾ കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനെ നിങ്ങൾ ഈ ഡിസ്ട്രാക്ടേഴ്സിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കണം. അതിൽ ഫസ്റ്റ് വൺ ആണ് വേർഡ് റെക്കഗ്നിഷൻ. ഐഡന്റിഫൈങ് വേർഡ്സ് ഫ്രം എ പ്രീവിയസ്ലി ലേൺ ലിസ്റ്റ് എമംഗ് ന്യൂ വൺസ്. അതായത് ഈ സെയിം ടെസ്റ്റ് തന്നെ എന്റെ റിസർച്ച് റൂമിൽ വെച്ചിട്ട് ഈ 10 ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ഒരു 25 വേർഡ്സ് കാണിച്ചു, ആദ്യത്തെ 25 വേർഡ്സ് കാണിച്ചു. അടുത്ത സ്ലൈഡിൽ ഞാൻ ഒരു 50 വേർഡ്സ് കാണിക്കുകയാണ്. ഈ 50 വേർഡ്സിൽ 25 നേരത്തെ കാണിച്ച വേർഡ്സും 25 ന്യൂ ആയിട്ടുള്ള വേർഡ്സും ആണ്. അപ്പം രണ്ടാമത്തെ ലിസ്റ്റിൽ നിന്ന് ഈ ആളുകൾ, ഈ 10 ആളുകൾ എനിക്ക് പറഞ്ഞു തരണം. അതായത് ആദ്യത്തെ ലിസ്റ്റിൽ 25 ഈ 50 നേരത്തെ കണ്ട 25 കൃത്യമായിട്ട് എടുത്ത് എനിക്ക് പറഞ്ഞു തരണം. ഇതാണ് വേർഡ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ പുതിയ 25 എന്ന് പറഞ്ഞ ഡിസ്ട്രാക്ടേഴ്സ് അല്ലെ, അതായത് നമ്മൾ മുന്നേ കണ്ട അതിലുള്ളതല്ല, അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കും, ഇതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇത് ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു. അപ്പൊ ഈ ഡിസ്ട്രാക്ടേഴ്സിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം നേരത്തെ കണ്ടൊരു അല്ലെ. നമ്മുടെ മെമ്മറി നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യാൻ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ടീച്ചേഴ്സ് തരാറുണ്ടായിരുന്നു ഗെയിംസ് ആയിട്ട് അല്ലെ. ഇവിടെ ആക്ച്വലി മെഷർ ചെയ്യുന്ന ആക്ച്വലി നമ്മുടെ മെമ്മറി തന്നെയായിരുന്നു. The next one is working memory. This measures the ability to hold and manipulate information in short-term memory while performing other cognitive tasks. അതായത് അതർ കോഗ്നിറ്റീവ് ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് അല്ലെ റീകോൾ ചെയ്യാൻ പറ്റണം. ഇതാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ഇൻക്ലൂഡ് എൻഡ് ബാക്ക് ടെസ്റ്റ്, ഐഡന്റിഫൈ when a current stimulus matches one from a certain number of trials earlier. The second one is complex span task, remembering sequences of items while solving concurrent problems. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കാണിച്ചു തരാണ്, ഒരു 30 വേർഡ്സ് കാണിച്ചു തന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂബ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ തരികയാണ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തരികയാണ്. എന്നിട്ട് അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് പറയാണ്, നിങ്ങൾ ഈ സീക്വൻസ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന അല്ലെ ലിസ്റ്റ് ഓഫ് വേർഡ്സും റിമെമ്പർ ചെയ്യാൻ പറയാണ്. അങ്ങനെ കോംപ്ലക്സ് സ്പാൻ ടാസ്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് മെമ്മറി നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് മെമ്മറി ടെസ്റ്റിന്റെ കമ്പോണൻസ് എന്നായിരുന്നു. The first one is immediate recall, the second one is delayed recall, the third one is recognition, and fourth one is working memory. Okay, next one is episodic memory. എന്താണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ലൈഫിലെ അല്ലെ ചില കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും അല്ലെ. നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് അല്ലെ, നിങ്ങളുടെ ഫസ്റ്റ് കോളേജ് ഡേ അല്ലെ, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ സ്പീച്ച് നടത്തിയത്, നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തത്,
അല്ലെ? നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ റാങ്ക്, കോളേജിൽ കിട്ടിയ റാങ്കിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും അല്ലെ? നമ്മുടെ ലൈഫിലെ സ്പെസിഫിക് എക്സ്പീരിയൻസസ്, സ്പെസിഫിക് ഇവന്റ്സ്, ഇതിനാണ് നമ്മൾ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി അല്ലെ? നമ്മുടെ അല്ലെ ജീവിതത്തിലുള്ള നമ്മുടെ കാര്യങ്ങളെയാണ് നമ്മളെ, അപ്പൊ ഇത്തരം കാര്യങ്ങളെ അല്ലെ, ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒരുപാട് അല്ലെ, നമ്മൾ ആദ്യമായിട്ട് കാർ ഓട്ടാൻ പഠിച്ചത്, നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്തത് അല്ലെ, നമുക്ക് ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടിയത്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ മൊമെന്റ്സ്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ പൊതുവെ എപ്പിസോഡിക് മെമ്മറി, എപ്പിസോഡ്സ് പോലെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. സോ the first one is autobiographical memory and the second one is contextual memory. Recalling personal life events or experiences. ഇവിടെ ആക്ച്വലി എപ്പിസോഡിക് മെമ്മറി മെഷർ ചെയ്യുന്ന സമയത്ത് ആ റിസർച്ചർ എന്തായിരിക്കും ചോദിക്കുക, അവിടെ ലൈഫിലെ കുറച്ച് പേഴ്സണൽ ലൈഫ് ഇവന്റ്സോ, നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഫസ്റ്റ് ലവ് ഓഫ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കോളേജ് ക്രഷ് ആരായിരുന്നു, നിങ്ങളുടെ കോളേജിലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഫസ്റ്റ് റാഗിങ് എക്സ്പീരിയൻസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണൽ ലൈഫ് ഇവന്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോണ്ടെക്ച്വൽ മെമ്മറി, റിമെമ്പറിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇൻഫർമേഷൻ വാസ് ലേൺ. അതായത് എവിടെ വെച്ചായിരുന്നു അത് നടന്നത്, കോളേജിന്റെ ഏത് സ്ഥലത്തായിരുന്നു, കോളേജിൽ ഏത് ഹാളിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സ്പീച്ച് നടത്തിയത് ഏത് ഹാളിൽ വെച്ചിട്ടായിരുന്നു, ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏത് സ്ഥലത്ത് ആ കോണ്ടെക്സ്റ്റ് ഏതായിരുന്നു എന്നുള്ള രീതിക്ക് അവർ ചോദിക്കും. ഇതൊക്കെ ആക്ച്വലി മെഷർ ചെയ്യുന്നത് നമ്മുടെ എന്തിനെയാണ്, നമ്മുടെ എപ്പിസോഡിക് മെമ്മറിയാണ് അല്ലെ? ദ നെക്സ്റ്റ് വൺ ഇസ് സെമാന്റിക് മെമ്മറി. ദിസ് ഇൻവോൾവ്സ് ദ റീകോൾ ഓഫ് ജനറൽ നോളേജ് ആൻഡ് ഫാക്ട്സ് അല്ലെ? അതായത് നമ്മുടെ ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ് അല്ലെ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളന്റെ രീതിയിലുള്ള നമ്മുടെ ഫാക്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ നോളേജുകളെ ആണ് ആക്ച്വലി സെമാന്റിക് മെമ്മറി അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. സജസ്റ്റ് വൊക്കാബുലറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് വേർഡ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദയർ മീനിങ്സ്. ഇപ്പൊ വേർഡ്സ് ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ ഒരു ടെസ്റ്റിൽ പറയുന്നത്. ഇപ്പൊ ഒരു വേർഡ് എന്നുള്ള അതിന്റെ മീനിങ് എന്താണ്, അത് എന്തിനാ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫാക്ട്സ് ഓർ ജനറൽ ഇൻഫർമേഷൻ അല്ലെ? ഇപ്പൊ ഇന്ത്യയെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മിനിസ്ട്രിയെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ രാജ്യസഭ, ലോക്സഭ, അല്ലെങ്കിൽ നമ്മുടെ അല്ലെ ഡെമോക്രസി, നമ്മുടെ അങ്ങനെ എന്തിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഫാക്ട്സ്. ഇപ്പം നമുക്കറിയാലോ ഒരുപാട് അല്ലെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിനെ കുറിച്ചിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതായിരിക്കും ആക്ച്വലി എന്ത് സെമാന്റിക് മെമ്മറിയിൽ മെഷർ ചെയ്യുന്ന അതർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാലോ. ഒന്ന് വൊക്കാബുലറി ടെസ്റ്റും മറ്റൊന്ന് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും. The next one is prospective memory. This tests the ability to remember to perform intended actions in the future. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ആക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യും, അതായത് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്, അതാണ് പ്രോസ്പെക്റ്റീവ്. നടക്കാൻ പോകുന്ന അല്ലെ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അല്ലെ, നമ്മുടെ ഇന്റൻഡ് ആയിട്ടുള്ള ആക്ഷൻസിനെ കുറിച്ചിട്ടായിരിക്കും ഇവരെ ഈ എബിലിറ്റി ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. The first one is event based task. Remember to perform an action when a specific event occurs. അതായത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് ഇങ്ങനെ ഒരു ക്ലയന്റ് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ക്ലയന്റ് വന്നു, നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങൾ എന്ത് ആക്ഷനാ ടേക്ക് ചെയ്യാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇവന്റ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ അല്ല അതിനെ ഓവർകം ചെയ്യുന്നത്. ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും അവിടെ തരിക. നെക്സ്റ്റ് വൺ ഇസ് ടൈം ബേസ്ഡ് ടാസ്ക്. റിമെമ്പറിംഗ് ടു പെർഫോം ആൻ ആക്ഷൻ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. ഒരു സർട്ടൻ പീരീഡിന് ശേഷം എങ്ങനെയായിരിക്കും നമ്മുടെ ആക്ഷൻ പെർഫോം നമ്മൾ ചെയ്യുക എന്നുള്ള രീതിക്കായിരിക്കും പ്രോസ്പെക്റ്റീവ് മെമ്മറി മെഷർ ചെയ്യുന്നത്. The next one is memory for new learning. This assess how well a person can acquire and retain new information. അതായത് എത്രത്തോളം നന്നായിട്ട് ഒരാൾക്ക് ന്യൂ ഇൻഫർമേഷനെ അക്യൂർ ചെയ്യാനും ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ് മെമ്മറി ഫോർ ന്യൂ ലേണിംഗ്. ആ പേരിന് നമുക്ക് മനസ്സിലാവും അല്ലെ. എക്സാമ്പിൾസ് ലേണിംഗ് ന്യൂ വേർഡ് ലിസ്റ്റ്, അക്യൂറിംഗ് ആൻഡ് റീകോളിംഗ് ന്യൂ സെറ്റ്സ് ഓഫ് വേർഡ്സ്. ന്യൂ സെറ്റ്സ് ഓഫ് വേർഡ്സ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് അതിന് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് അല്ലെ റീകോൾ ചെയ്യാൻ പറ്റുന്നുള്ള രീതിക്കായിരിക്കാം learning new word list മെഷർ ചെയ്യുന്നത്. The next one is learning new facts or concepts, acquiring and recalling new information or concepts അല്ലെ. അതായത് എത്രത്തോളം നല്ല രീതിയിൽ ന്യൂ ഇൻഫർമേഷനെയും അല്ലെങ്കിൽ പുതിയത് വരുന്ന ഒരു കോൺസെപ്റ്റിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിക്കായിരിക്കാം മെമ്മറി ഫോർ ന്യൂ ലേണിംഗ്. ഇതൊന്നും എല്ലാ ടെസ്റ്റിലും കമ്പണൻസ് ആയിട്ട് വരില്ല കേട്ടോ. അധിക ടെസ്റ്റിലും കമ്പണൻസ് ആയിട്ട് വരിക ഈ റീകോളും ഡിലേഡ് റീകോളും റെക്കഗ്നിഷനും വർക്കിംഗ് മെമ്മറി, ഈ 4 എണ്ണമൊക്കെ തന്നെയാണ്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അല്ലെ പിന്നീട് നമ്മൾ ഒരിക്കലും ആലോചിക്കാൻ പാടില്ല. കുറച്ചും കൂടി നമുക്ക് അല്ലെ നോക്കായിരുന്നു,
അപ്പൊ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നോക്കി പോവാം. Next one is contextual or situational memory. This evaluates how well a person can recall details related to the context or environment of the learned material. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലേൺ ചെയ്ത മെറ്റീരിയൽ എവിടുന്നാ നമ്മൾ പഠിച്ചത്, ആ പഠിച്ച കോണ്ടെക്സ്റ്റ് എവിടെയായിരുന്നു, ഏതായിരുന്നു ആ സ്ഥലം, ആ സമയത്ത് എന്റെ മൂഡ് എന്തായിരുന്നു, എന്റെ സ്റ്റേറ്റ് എന്തായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സ്പേഷ്യൽ മെമ്മറി, റിമെമ്പറിംഗ് ലൊക്കേഷൻസ് ഓർ അറേഞ്ച്മെന്റ്സ് ഇൻ സ്പേസ്, അതായത് ഏത് സ്പേസിൽ വെച്ചിട്ടാണ്, ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ലേൺ ചെയ്തത്, ആ കാര്യം നമ്മൾ മെമ്മറിയിൽ എൻകോഡ് ചെയ്ത് എന്നൊക്കെയുള്ള രീതിക്കായിരിക്കും സ്പേഷ്യൽ മെമ്മറി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സിറ്റുവേഷണൽ കോൺടെക്സ്റ്റ്, റിക്കോളിംഗ് ദി കോൺടെക്സ്റ്റ് ഇൻ വിച്ച് സ്പെസിഫിക് ഇൻഫർമേഷൻ വാസ് ലേൺ. ഇപ്പൊ നമ്മള് certain കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോണ്ടെക്സ്റ്റ്, നമ്മുടെ സ്റ്റേറ്റ് എന്തായിരുന്നു, നമ്മുടെ മൂഡ് എന്തായിരുന്നു, അല്ലെ, നമ്മുടെ ഇൻട്രസ്റ്റ് ലെവൽ എന്തായിരുന്നു, ആ സമയത്ത് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ എന്തായിരുന്നു, അതായിരിക്കും, അത്തരം കാര്യങ്ങളായിരിക്കും നമ്മുടെ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റിൽ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ആക്ച്വലി എന്തൊക്കെയാണ് കമ്പോണൻസ് ഓഫ് മെമ്മറി ടെസ്റ്റ് എന്നായിരുന്നു. ദ ഫസ്റ്റ് വൺ ഇസ് ഇമ്മീഡിയറ്റ് റീകോൾ, അതിൽ വരുന്നതാണ് വേർഡ് ലിസ്റ്റും ഡിജിറ്റ് സ്പാനും. ദ സെക്കൻഡ് വൺ ഇസ് ഡിലേഡ് റീകോൾ, അതിൽ വരുന്നതാണ് ഡിലേഡ് വേർഡ് ലിസ്റ്റ് റീകോളും ഡിലേഡ് സ്റ്റോറി റീകോളും. ദ തേർഡ് വൺ ഇസ് റെക്കഗ്നിഷൻ, അതിൽ വരുന്നതാണ് വേർഡ് റെക്കഗ്നിഷനും പിക്ചർ റെക്കഗ്നിഷനും. ദ ഫോർത്ത് വൺ ഇസ് വർക്കിംഗ് മെമ്മറി, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ എൻ ബാക്ക് ടെസ്റ്റും കോംപ്ലക്സ് സ്പാൻ ടാസ്ക്സും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എപ്പിസോഡിക് മെമ്മറി, അതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയും കോണ്ടക്ഷൻ മെമ്മറിയാണ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സെമാന്റിക് മെമ്മറി, അതിന്റെ എക്സാമ്പിൾസ് വരുന്നത് വൊക്കാബുലറി ടെസ്റ്റും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രോസ്പെക്റ്റീവ് മെമ്മറി, അതിൽ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത് ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കും ടൈം ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് മെമ്മറി ഫോർ ന്യൂ ലേണിംഗ് ആണ്, ലേണിംഗ് ന്യൂ വേർഡ് ലിസ്റ്റും ലേണിംഗ് ന്യൂ ഫാക്ട്സ് ഓർ കോൺസെപ്റ്റ്സും ആയിരുന്നു, അതിലെ എക്സാമ്പിൾസ് ആയിട്ടും അല്ലെങ്കിൽ അല്ലെ മെഷർമെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോണ്ടെക്സ്റ്റുവൽ ഓർ സിറ്റുവേഷണൽ മെമ്മറി, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പേഷ്യൽ മെമ്മറിയും സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റും ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് മെമ്മറി സ്കെയിലാണ്. ഈ രണ്ട് മെമ്മറി സ്കെയിലും തന്നെയാണ് നമ്മുടെ സൈക്കോളജിയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി സ്കെയിലും. ദ ഫസ്റ്റ് വൺ ഇസ് വെഷ്ലർ മെമ്മറി സ്കെയിൽ, ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് PGI മെമ്മറി സ്കെയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ വെഷ്ലർ മെമ്മറി സ്കെയിൽ. നമുക്ക് നോക്കാം. Individually administered composite batteries designed to understand the various components of a person's memory better. എന്താണ് ഇത്? ഇൻഡിവിജ്വലി അഡ്മിനിസ്റ്റേർഡ് ആണ്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റ് അറ്റ് എ ടൈം നമുക്ക് ഒരാൾക്ക് മാത്രമേ വെഷ്ലർ മെമ്മറി സ്കെയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ആയിട്ടൊന്നും ഇപ്പൊ ഒരുപാട് മെമ്മറി ഇമ്പയർമെന്റിൽ ആളുകൾ വന്നാൽ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലെ എല്ലാ ആൾക്കും കൂടി ഒരുമിച്ച് ഇത് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതായത് ഇൻഡിവിജ്വലി ഇത് ഒരാൾക്ക് ഒരു സമയം ഒരാൾക്ക് മാത്രമേ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കോമ്പോസിറ്റ് ബാറ്ററീസ് വെഷ്ലർ മെമ്മറി. എന്തുകൊണ്ട് അതിന് സ്കെയില് ബാറ്ററി എന്ന് പറയാൻ കാരണം കണ്ടോ, അതായത് ഒരു ടെസ്റ്റിൽ തന്നെ ഒരുപാട് സബ് ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ മെമ്മറി ടെസ്റ്റിന്റെ കമ്പണൻസ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ ഒരു ടെസ്റ്റിൽ തന്നെ റീകോൾ മെഷർ ചെയ്യും, റെക്കഗ്നീഷൻ മെഷർ ചെയ്യും, ഷോർട്ട് ടേം മെമ്മറി മെഷർ ചെയ്യും, വർക്കിംഗ് മെമ്മറി മെഷർ ചെയ്യും, അല്ലെ അവരുടെ ഇൻഫർമേഷൻ പ്രോസസിംഗ് മെഷർ ചെയ്യും, അങ്ങനെ മെമ്മറിന്റെ പല കമ്പണൻസും മെഷർ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സബ് ടെസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ ഇതുകൊണ്ടാണ് ഇതിനെ സ്കെയില് അല്ലെങ്കിൽ ഇതിനെ ബാറ്ററീസ് എന്നൊക്കെ നമ്മൾ വിളിക്കാനുള്ള ഒരു കാരണം. ഓക്കെ, അപ്പം ഒരാളുടെ മെമ്മറിന്റെ കമ്പണൻസിനെ വേരിയസ് കമ്പണൻസിനെ അല്ലെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത് വെഷ്ലർ മെമ്മറി സ്കെയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. Currently in the third edition, Wechsler memory scale third and provides a full range of memory functioning. അപ്പൊ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ തേർഡ് റിവിഷൻ വേർഷൻ ആണ്. ഓക്കെ, മെമ്മറി ഫംഗ്ഷനിങ്ങിന്റെ കംപ്ലീറ്റ് റേഞ്ചും ഈ ഒരു സ്കെയിലിന് ആക്ച്വലി അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിന് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് മെമ്മറി ഫംഗ്ഷനിങ്ങിനെ എന്താണ് മെമ്മറി ഫംഗ്ഷനിങ്, അതിന്റെ എല്ലാ കമ്പണൻസിനെ നല്ല രീതിയിൽ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാനായിട്ട് ഈ വെഷ്ലർ മെമ്മറി സ്കെയിലിന് പറ്റുന്നുണ്ട്. Based on current theories of memory and plays a pivotal role in cognitive assessment. ഈ ഒരു വെഷ്ലർ മെമ്മറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന പണ്ട് കാലത്ത് പ്രപ്പോസ് ചെയ്ത ഒരുപാട് മെമ്മറി തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന തിയറീസ്, അതുപോലെ ഇപ്പൊ ലെവൽസ് ഓഫ് പ്രോസസിങ് അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി സ്കെയിൽ ഇന്ന് എത്രത്തോളം അപ്രീസിയേഷൻസ് കിട്ടിയ അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഒന്നും ഇല്ലാത്ത ആ മെമ്മറി തിയറീസിന്റെ ബേസിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് അസസ്മെന്റ്, അതായത് പല ജോബ് റോളിലും സ്ക്രീനിങ്ങിലും പ്ലേസ്മെന്റിലും ഒക്കെ നമ്മൾ എന്ത് കാണാറുണ്ട്
അല്ലെ കോഗ്നിറ്റീവ് അസസ്മെന്റ്സ് കാണാറുണ്ട് പല ജോബിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ പോകുന്ന സമയത്തും ആ ജോബിന്റെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ജോബ് റോൾ എത്രത്തോളം വലുതാണോ ആ രീതിയിൽ കോഗ്നിറ്റീവ് അസസ്മെന്റ്സ് അങ്ങനെ കോഗ്നിറ്റീവ് അസസ്മെന്റ് മെഷർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ആക്ച്വലി വെഷ്ലം മെമ്മറി സ്കെയിൽ പിവറ്റൽ റോൾ അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ അല്ലെ പോപ്പുലർലി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. History and development. There are 3 editions of the WMSH. Each has incorporated advances in theoretical understanding of memory. അതായത് ഇതിന് 3 എഡിഷൻസ് ആണ് മെയിൻലി ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളത്. അത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന 3 എഡിഷൻ. അപ്പം ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ എന്താണ് ഓരോരോ രീതിയിലും തിയററ്റിക്കൽ അഡ്വാൻസ്മെന്റ്, അതായത് ഹിസ്റ്ററി നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് ഈ വർക്കിംഗ് മെമ്മറി സ്കെയിലും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ലെ ശരിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? തിയറിയും വലുതാവുന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യത്തിന് അഡ്വാൻസ് ചെയ്യണം, അല്ലെങ്കിൽ അത് മാത്രം ബാക്ക് ഡേറ്റ് ആയിട്ട് കിടന്നു പോവില്ലേ? അതുകൊണ്ട് തന്നെ തിയറി വലുതാവും. ഓരോരോ സമയത്തും എന്താണ് ഈ 3 എഡിഷൻസിൽ എന്ത് കാണുന്നുണ്ട്, തിയറിറ്റിക്കൽ ആയിട്ട് അഡ്വാൻസ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാണെന്നാണ്. അതായത് റീസെന്റ് ആയിട്ട് എന്താണോ ഫൈൻഡ് ചെയ്യുന്നത് മെമ്മറിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ മെഷർ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ചേഴ്സ് പോലെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ആ ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The second one is Wechsler memory scale composed of brief procedures on memory for paired words, simple visual designs, text and sequences. അതായത് ബ്രീഫ് ആയിട്ടുള്ള, അതായത് വലിയ എന്താ പറയാ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ഇപ്പം സൈക്കോളജിസ്റ്റ് തന്നെ വലിയ രീതിയിൽ ഒരു കോഗ്നിറ്റീവ് സാധനം ഒന്നും നമ്മൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, എഫേർട്ട് എടുക്കേണ്ട. ചെറിയ ചെറിയ പെയർഡ് വേർഡ്സും സിമ്പിൾ വിഷ്വൽ ഡിസൈൻസും ടെക്സ്റ്റും സീക്വൻസ് ഒക്കെയാണ് നമ്മൾ ആക്ച്വലി ഇതിൽ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വളരെ സിമ്പിൾ ആൻഡ് ബ്രീഫ് പ്രൊസീജിയേഴ്സ് ആണ് വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് the Wechsler memory scale revised had significant improvements such as including age-related norms. Age-related norms ആയിട്ട് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഒരുപാട് അത്രയും റിവിഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഓരോരോ റിവിഷൻസ് വരുന്ന സമയത്തും അത്രയും ഇൻഡെപ്ത് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ ഇസ് the Wechsler memory scale for effectively address issues of behavior and brain relationship involved in memory and learning. അതായത് ഇന്നിപ്പം ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ 4 ആണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി WMSന്റെ 3rd റിവിഷൻ ആണ് ക്ലിനിക്കിൽ. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 4th റിവിഷനിൽ ആക്ച്വലി അല്ലെ ഏതൊരു ആളുടെയും ബിഹേവിയർ ഇഷ്യൂസിനെയും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രെയിൻ റിലേഷൻഷിപ്പിനെ വരെയും അല്ലെ മെമ്മറി ലേണിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ഇഷ്യൂസും അല്ലെ അതിന്റെ ബ്രെയിൻ റിലേഷൻഷിപ്പിനെ വരെ അഡ്രസ് ചെയ്യുന്നുണ്ട്, അതിനെ പോലും പറ്റി പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് വെഷ്ലർ മെമ്മറി സ്കെയിലാണ്. ഇറ്റ് ഇസ് ഐ റിപ്പീറ്റ്, ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. അല്ലെ ഇത് ഇൻഡിവിജ്വൽ അഡ്മിനിസ്ട്രേഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പോസിറ്റ് ഓഫ് ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു ടെസ്റ്റിൽ തന്നെ ഒരുപാട് സബ് ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. അതുപോലെ ഇപ്പൊ നമ്മൾ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ 3rd റിവിഷൻ ആണ് അല്ലെ. ഇത് ഒരു കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മെമ്മറി ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് അസസ്മെന്റിൽ ഏറ്റവും പിവറ്റൽ റോള് പാർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി ടെസ്റ്റ് ആണ് വെഷ്ലർ മെമ്മറി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ അതിന്റെ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ അല്ലെ എന്താണ് തിയറിറ്റിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ബേസിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഓരോരോ എഡിഷൻസ് കൂടുന്ന സമയത്തും അല്ലെ WMSഉം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിൽ അതിലും ഒരുപാട് അല്ലെ എന്ത് വരുന്നുണ്ട്, അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ റിവിഷൻസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ബ്രീഫ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. സിമ്പിൾ ടെക്സ്റ്റും സീക്വൻസസും വിഷ്വൽ ഡിസൈൻസും സിമ്പിൾ വേർഡ് പെയർഡ്സും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഹാഡ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് സച്ച് ആസ് നമ്മൾ പറഞ്ഞത് WMS ഹാഡ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് സച്ച് ആസ് ഇൻക്ലൂഡിംഗ് ഏജ് റിലേറ്റഡ് നോംസ്. ഏജ് റിലേറ്റഡ് നോംസ് ആയിട്ട് പോലും അല്ലെ ഒരുപാട് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്സ് WMS കൊണ്ടുവന്നിട്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ അല്ലെ നമ്മളെ മെമ്മറി ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ ആളുകളുടെ ബിഹേവിയർ ഇഷ്യൂസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ റിലേഷൻസിനെ കുറിച്ചിട്ട് പോലും ഇതിന്റെ ലേറ്റസ്റ്റ് റിവിഷൻ ആയിട്ടുള്ള വെഷ്ലർ മെമ്മറി സ്കെയിൽ 4th എഡിഷൻ പറയുന്നുണ്ടെന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പൊതുവെ WMS അല്ലെങ്കിൽ വെഷ്ലർ മെമ്മറി സ്കെയിലിന് 3 പ്രൈമറി ഇൻഡെക്സ് ആണ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ് മെമ്മറി, ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ജനറൽ മെമ്മറി ആൻഡ് തേർഡ് വൺ ഇസ് വർക്കിംഗ് മെമ്മറി. ഓക്കെ, അതായത് ഇതിന് മൂന്ന് ഇൻഡെക്സ് ആണ് ഇത് മെയിൻലി മെഷർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇമ്മീഡിയറ്റ് മെമ്മറി. എന്താണ് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ,
നമ്മളിപ്പോ ഒരു പെട്ടെന്ന് നമ്മളൊരു വേർഡ് ഓഫ് പെയേഴ്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ കാര്യങ്ങളോ കാണിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കൊണ്ട് അത് റീകോൾ ചെയ്യാനായിട്ട് പറയും. അതാണ് ഇമ്മീഡിയറ്റ് മെമ്മറി. ഇമ്മീഡിയറ്റ് റീകോൾ സ്കോർസ് ഫ്രം ലോജിക്കൽ മെമ്മറി, ഫേസസ്, വേർബൽ പെയർഡ് അസോസിയേറ്റ്സ് ആൻഡ് ഫാമിലി പിക്ചേഴ്സ്. ഫാമിലി പിക്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേർബൽ പെയർഡ് അസോസിയേറ്റ്സ് ആയിട്ടോ, ഇപ്പം ജഗ്, മഗ് അല്ലെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന വേർബൽ പെയർഡ് അസോസിയേറ്റ്സ് ആയിട്ടോ, ഫേസസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഫേസസ് ആയിട്ടോ ലോജിക്കൽ മെമ്മറി ഒക്കെ ആയിട്ടായിരിക്കും ഈ എന്ത് ചെയ്യുന്നത് വേർഡ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനായിരിക്കും ആക്ച്വലി ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ മെഷർ ചെയ്യുന്നത്. 3 ഇൻഡെക്സ് ആണ്, അതായത് 3 കാര്യം, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 3 കാര്യമാണ് ഇവർ മെഷർ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് മെമ്മറി, ജനറൽ മെമ്മറി ആൻഡ് വർക്കിംഗ് മെമ്മറി. ദ സെക്കൻഡ് വൺ ഇസ് ജനറൽ മെമ്മറി. ദിസ് വൺ ഇസ് ദ ഓഡിറ്ററി റെക്കഗ്നിഷൻ ഡിലേ. അതായത് നമ്മുടെ ഡിലേഡ് ആയിട്ടുള്ള നമ്മുടെ ഓഡിറ്ററി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിലേഡ് ആണ് കേട്ടോ ഇവിടെ സംഭവം നടക്കുന്നത്. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇവിടുത്തെ എന്ത് പറയുന്നത്, കേട്ട കാര്യത്തെ ഇവിടുത്തെ എന്ത് ജനറൽ മെമ്മറി ഇവിടുത്തെ റീകോൾ ചെയ്യാനായിട്ട് പറയുന്നത്. തേർഡ് വൺ ഇസ് വർക്കിംഗ് മെമ്മറി. ലെറ്റർ, നമ്പർ സീക്വൻസിങ് ആൻഡ് സ്പേഷ്യൽ, അതായത് ലെറ്റർ സീക്വൻസ് ആയിട്ടോ സ്പേഷ്യൽ സ്പാൻ ആയിട്ടോ ലെറ്റേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കാം വർക്കിംഗ് മെമ്മറി ആക്ച്വലി ഇവിടെ മെഷർ ചെയ്യുന്നത്. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ആരായിരുന്നു ഇവിടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞൊരു പേര് കൊണ്ടുവന്നത്? ആരെ മോഡലായിരുന്നു വർക്കിംഗ് മെമ്മറി? ഒന്ന് ആലോചിച്ച് നോക്കി, ആരായിരുന്നു? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് അസസ് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം എടുത്ത പോർഷൻസ് കവർ ചെയ്തു എന്നുള്ള രീതിക്ക്. ഓക്കെ, സോ അഡീഷണൽ സബ് ടെസ്റ്റ് ഇൻക്ലൂഡ് ഓറിയന്റേഷൻ, വേർഡ് ലിസ്റ്റ് ലേണിംഗ് ആൻഡ് വിഷ്വൽ റീപ്രൊഡക്ഷൻ. ഇവിടെ നിങ്ങൾ ഒന്നും നോക്കാനില്ല, 3 ഇൻഡെക്സേ ഉള്ളൂ. ആ 3 ഇൻഡെക്സ് എന്താന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്, സെക്കൻഡ് ജനറൽ മെമ്മറിയാണ്, തേർഡ് വർക്കിംഗ് മെമ്മറിയാണ്. ഡൺ. ഓക്കെ, കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്കിത് ചെയ്യാനുണ്ട്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ക്ലിനിക്കലായിട്ട് നമ്മളെ ലബോറട്ടറി നമുക്ക് സൈക്കോളജിക്കൽ ലാബിൽ കോളേജിൽ ഇത് ചെയ്യാനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മോർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആക്ച്വലി 3 ഇൻഡെക്സ് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ടെസ്റ്റ് ഡ്യൂറേഷൻ അല്ലെ. ഇനി നമുക്ക് ഈ ടെസ്റ്റ് എത്ര സമയം എടുക്കും അല്ലെ, നമ്മൾ അറിയണല്ലോ. ഒരു മെമ്മറി ടെസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലിനിക്കൽ ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇത് എന്തായാലും അറിയണല്ലോ അല്ലെ, ഇതിന് എത്ര ടൈം എടുക്കും, ഒരാള് ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എത്ര, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എത്ര സമയം എടുക്കും നമ്മൾ അറിയണ്ടേ. So administration time for primary subtest is 30 to 35 minutes. ഓക്കെ, അതായത് ഇതിന്റെ പ്രൈമറി സബ് ടെസ്റ്റ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനോ ആയിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ എടുക്കുമെന്നാണ് പറയുന്നത്. Administration of all of the supplemental subtest was estimated to take 15 to 20 minutes of actual testing time. അതായത് ഇതിന്റെ സപ്ലിമെന്റൽ ഇതെല്ലാത്തിന്റെ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് സബ് ടെസ്റ്റുകൾ ഉണ്ടാവും. അത് ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ട പ്രൈമറി സബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 30-35 മിനിറ്റ് എടുക്കും. അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് സബ് ടെസ്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ ചെയ്യുവാണ്. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുക. എല്ലാം ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ചെയ്യണമെന്നൊന്നുമില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ ഡിക്ലൈൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി എടുത്ത് ചെയ്യേണ്ടി വരും, അതുകൂടി മെഷർ ചെയ്യേണ്ടി വരും. ആ സമയത്താണ് നമ്മൾ അതും കൂടി മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ അതെല്ലാം കൂടി അതിന് ചെയ്യാനെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും എന്നാണ് പറയുന്നത്. ടുഗദർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കംപ്ലീറ്റ് WMS ഷുഡ് ടേക്ക് 45 to 55 മിനിറ്റ്സ്. ഇപ്പൊ ഒരാൾക്ക് തന്നെ നമ്മൾ പ്രൈമറി സബ് ടെസ്റ്റും അതുപോലെ സപ്ലിമെന്റൽ സബ് ടെസ്റ്റും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിക്കുള്ള മെമ്മറി ഡിക്ലൈൻ ഒക്കെ ഒരാൾ വന്നാൽ നമുക്ക് ഇത് പ്രൈമറി സബ് ടെസ്റ്റും സപ്ലിമെന്റൽ സബ് ടെസ്റ്റും തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം നമുക്ക് ഇത് ടുഗദർ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു 45 to 55 അതായത് 3/4 മണിക്കൂർ തൊട്ടിട്ട് ഒരു 55 മിനിറ്റ് വരെ എടുക്കുന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈമറി സബ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 1/2 മണിക്കൂർ തൊട്ടിട്ട് ഒരു 35 മിനിറ്റ് വരെ വേണം. സപ്ലിമെന്റൽ സബ് ടെസ്റ്റിന് എടുക്കുന്ന സമയം ഒരു 15 to 20 മിനിറ്റ്സ് ആണ്, ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ. ടുഗദർ നമ്മൾ പ്രൈമറി സബ് ടെസ്റ്റും സപ്ലിമെന്റൽ സബ് ടെസ്റ്റും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടെസ്റ്റ് കംപ്ലീറ്റ് ടെസ്റ്റ് നമുക്ക് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആക്ച്വലി ഒരു 3/4 മണിക്കൂർ തൊട്ടിട്ട് ഒരു മണിക്കൂർ വരെ സമയം എടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ നമ്മള് ഒന്നുകൂടി പറയാം, വെഷ്ലറി മെമ്മറി സ്കെയിൽ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് പറയാൻ കാരണം നിങ്ങൾ കണക്ട് ആവണം. ഓക്കെ, നമ്മളിപ്പം മെമ്മറി തന്നെ 3 ക്ലാസ് ആയി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഐ ഡോണ്ട് നോ, നമ്മളിപ്പം ഒരു 50ഓളം സ്ലൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും റിപ്പീറ്റഡ്ലി പറയാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ആ ഒരു ബ്രെയിൻ കൺസോളിഡേഷൻ നടക്കാനാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫിസിയോളജി ഓഫ് മെമ്മറിയിൽ നിങ്ങൾ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാ, ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ആ മെമ്മറി ആ ഒരു കൺസോളിഡേഷൻ നടക്കാനായിട്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ട്രേസ് ഫോം ചെയ്യാനായിട്ട്. ഓക്കെ,
ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു 3 ഇൻഡെക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? യെസ്, ഇമ്മീഡിയറ്റ് മെമ്മറി, ജനറൽ മെമ്മറി ആൻഡ് വർക്കിംഗ് മെമ്മറി. ഓക്കെ, ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ടോട്ടൽ ടൈം എടുക്കുക, രണ്ടും കൂടി ചെയ്യാനെങ്കിൽ എത്ര സമയമായിരുന്നു എടുക്കുക? യെസ്, 45 to 55 minutes. യെസ്, വാട്ട് ഇറ്റ് മെഷേഴ്സ് ഓർ ഹൗ ഇറ്റ്സ് യൂസ്ഡ്, അല്ലെ? എന്താണ് ഈ വെഷ്ലർ മെമ്മറി സ്കെയിൽ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഓക്കെ, യൂസ്ഡ് ഫോർ ഏജ് ഗ്രൂപ്പ് 16 to 19 years. 16 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകളിലാണ് പൊതുവെ നമ്മൾ വെഷ്ലർ മെമ്മറി സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അതായത് കുട്ടികളിൽ നമുക്ക് വെഷ്ലർ മെമ്മറി സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കണം. Okay, the Wechsler memory scale 4 is designed to measure different memory function in a person. അതായത് വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് വെഷ്ലർ മെമ്മറി സ്കെയിൽ 4th എഡിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരാളിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറീസിന് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ലോജിക്കൽ മെമ്മറി, ദ സെക്കൻഡ് വൺ ഇസ് വെർബൽ പെയർഡ് അസോസിയേറ്റ്സ്, ദ തേർഡ് വൺ ഇസ് വിഷ്വൽ റീപ്രൊഡക്ഷൻ, ദ ഫോർത്ത് വൺ ഇസ് സ്പേഷ്യൽ അഡിഷൻ, the fifth one is symbol span, the sixth one is design memory, and the seventh one is cognitive screener. Okay, അപ്പൊ ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ചോദിച്ചാൽ ഒരാളുടെ ലോജിക്കൽ മെമ്മറി എന്താണ്, വെർബൽ പെയർഡ് അസോസിയേറ്റ്സിനെ കുറിച്ചിട്ട്, വിഷ്വൽ റീപ്രൊഡക്ഷൻ, സ്പേഷ്യൽ അഡിഷൻ, സിമ്പിൾ സ്പാൻ, ഡിസൈൻ മെമ്മറി, കോഗ്നിറ്റീവ് സ്കീനർ, ഇപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ ഇത് ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ടെസ്റ്റ് ഫോർ കണ്ടീഷൻസ് സച്ച് ആസ് ഡിമെൻഷ്യ ഓർ മൈൽഡ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. അതായത് പൊതുവെ നമ്മൾ വെഷ്ലർ മെമ്മറി സ്കെയിൽ യൂസ് ചെയ്യുക കുട്ടികളിൽ ഉണ്ടാവുന്ന മൈൽഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ചെറിയ മോഡറേറ്റോ സിവിയറോ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ല, മൈൽഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസിലും അതുപോലെ ഡിമെൻഷ്യ പോലെയുള്ള കണ്ടീഷൻ, ഡിമെൻഷ്യ അതായത് അക്യൂട്ട് ആയിട്ടുള്ള ഡിമെൻഷ്യ പോലുള്ള കണ്ടീഷൻസ്, മെമ്മറി ഡിക്ലൈനിലൊക്കെയാണ് നമ്മൾ വെഷ്ലർ മെമ്മറി സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്നത് ഇൻഡെക്സ് സ്കോർ ഫോക്കസ് ഓൺ. ഓക്കെ, അതായത് മെയിൻലി ഇതിന്റെ ഇൻഡെക്സ് സ്കോർസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മെയിൻലി 5 കാര്യങ്ങളെയാണ് ഇതിന്റെ സ്കോർസ് മെയിൻലി ഇതിന്റെ സ്കോറുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഓഡിറ്ററി മെമ്മറി, വിഷ്വൽ മെമ്മറി, വിഷ്വൽ വർക്കിംഗ് മെമ്മറി, ഇമ്മീഡിയറ്റ് മെമ്മറി ആൻഡ് ഡിലേഡ് മെമ്മറി. എന്താ ഓഡിറ്ററി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേട്ടൊരു കാര്യത്തിനെ അല്ലെ നമുക്ക് ഓർത്തെടുത്ത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെ നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തന്നെ നമ്മൾ കേട്ട ഒരു കാര്യത്തിന് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓഡിറ്ററി മെമ്മറി എന്ന് പറയാം. എന്താ വിഷ്വൽ മെമ്മറി? നമ്മൾ കണ്ട, അല്ലെ നമ്മുടെ കണ്ണ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഐസ് വെച്ച് നമ്മൾ കണ്ട കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്നതിന് നമ്മുടെ വിഷ്വൽ മെമ്മറി എന്ന് പറയാം. എന്താ വിഷ്വൽ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മൾ കാണിച്ചുന്ന ഒരു കാര്യത്തിനെ നമ്മൾ അപ്പൊ ഞാനിപ്പോ ഒരു കാര്യത്തെ കണ്ടു, നിങ്ങളിപ്പോ ഒരു കാര്യത്തെ കണ്ടു, അത് എവിടെയാ ഉണ്ടാവുക? അത് നമ്മുടെ സെൻസറി മെമ്മറി അറ്റൻഡ് ചെയ്യുന്നു. അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് എത്തുന്നു. ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഇൻഫർമേഷൻ ഉള്ളത്, അല്ലെ? ആ ഷോർട്ട് ടേം മെമ്മറിയുള്ള ആ കണ്ട ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? വിഷ്വൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയാം. എന്താണ് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു കാര്യത്തെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നമ്പർ പറഞ്ഞു തരാണ് 2, 4, 6, 8, 10. ഇപ്പൊ ഞാനിപ്പോ ഒരു ഡിലേ ഇല്ലാതെ നിങ്ങളടുത്ത് പറയാണ് ഞാൻ എന്താണ് പറഞ്ഞത്, നിങ്ങളൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റീകോൾ ചെയ്തേന്ന് പറയാം. അപ്പൊ നിങ്ങൾ അപ്പം തന്നെ പറയാണ് 2, 4, 6, 8 എന്ന് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഒരു 10 വേർഡ്സ് കാണിച്ചു തരാണ്, അല്ലെങ്കിൽ ഒരു 5 വേർഡ്സ് കാണിച്ചു തരാണ്. ഓക്കെ, ഇപ്പൊ ഡസ്റ്റർ, ബോർഡ്, അങ്ങനെ കുറച്ച് ചെയർ, ഡെസ്ക്, ഇപ്പൊ ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു സോങ് ഇട്ട് തരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ആക്ടിവിറ്റി ക്ലാസ്സിൽ തരാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ആ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായിരുന്നു സ്ക്രീനിൽ കാണിച്ചു തന്ന വേർഡ്സ് എന്ന് ചോദിച്ചാല് നിങ്ങൾ എന്താ അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് പറഞ്ഞുതരാം. ആക്ച്വലി അത് എന്താണ്? ഡിലേഡ് റീകോൾ ആണ്. അപ്പൊ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്ത ആ സമയത്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിലേഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ കുറച്ച് സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ കുറച്ച് സമയം ബ്രീഫ് ഓഫ് ടൈം എലാപ്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ഡിലേക്ക് ശേഷം നമ്മളോട് അത് റീകോൾ ചെയ്യാൻ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് ഡിലേഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത ഇൻഡെക്സ് കോഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. മെയിൻലി 5 എണ്ണാണ്: ഓഡിറ്ററി മെമ്മറി, വിഷ്വൽ മെമ്മറി, വിഷ്വൽ വർക്കിംഗ് മെമ്മറി, ഇമ്മീഡിയറ്റ് മെമ്മറി ആൻഡ് ഡിലേഡ് മെമ്മറി. നിങ്ങൾക്ക് ഇത്രത്തോളം ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ, നിങ്ങൾ പേടിക്കേ വേണ്ട. ഓക്കെ, ഇത്രത്തോളം ഡീപ്പായിട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കാനൊരു സാധ്യതയില്ല. ഓക്കെ, ഇനി നമ്മൾ വെഷ്ലർ മെമ്മറി സ്കെയിലിന്റെ കുറച്ച് സ്ട്രെങ്ത് ആണ് പറയുന്നത്. വർക്കിംഗ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി മെമ്മറി ഇൻഡിസസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് മെഷറബിൾ. അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരാളുടെ വിഷ്വൽ അല്ലെങ്കിൽ ഓഡിറ്ററി വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാല് നമുക്ക് മെഷറബിൾ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യത്തിനെ, കണ്ടൊരു കാര്യത്തിനെ ഓർത്തെടുക്കാൻ പറഞ്ഞാലോ, കേട്ടൊരു കാര്യത്തിനെ തിരിച്ചു പറയാൻ പറഞ്ഞാലോ നമുക്കത് ആക്ച്വലി അറ്റൈനബിൾ ആണ്. നമുക്കത് പറയാനോ അല്ലെ നമുക്കത് പെർഫോം ചെയ്യാനോ പറ്റും. അതുകൊണ്ട് ഇത് മെഷറബിൾ ആണ്.
ദ ഒറിജിനൽ WMS വാസ് ക്വൈറ്റ് ഷോർട്ട്, 50 minutes. അല്ലെ, അതായത് ഒരുപാട് സമയമൊന്നും ആക്ച്വലി ഒരു ടെസ്റ്റിന് എടുക്കുന്നില്ല അല്ലെ. മെമ്മറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെരി ബ്രോഡ് കാറ്റഗറി, റൈറ്റ്? അപ്പൊ നിങ്ങളൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ, വാട്ട് ഇസ് യുവർ മെമ്മറി എന്ന് പറഞ്ഞാൽ, യു ഹാവ് സ്പെസിഫിക് മെമ്മറി അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്, യു ഹാവ് സ്പെസിഫിക് കൈൻഡ് ഓഫ് മെമ്മറി അബൌട്ട് യുവർ സ്കൂൾ ഡേയ്സ്, യു ഹാവ് മെമ്മറി അബൌട്ട് യുവർ കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ, ഹോസ്റ്റൽ. ഞാനിപ്പോ ഒരു വേർഡ് പറഞ്ഞാൽ, ഞാനിപ്പോ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് എ ടൺ, അല്ലെങ്കിൽ യു ഹാവ് ലാക്ക് ഓഫ്, അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് മെമ്മറീസ്. നിങ്ങളിപ്പോ ഹോസ്റ്റലിൽ നിന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള അത്രയും ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഇൻഫർമേഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു ബാങ്ക് എന്ന് പറഞ്ഞാലോ, സ്കൂൾ എന്ന് പറഞ്ഞാലോ, കോളേജ് എന്ന് പറഞ്ഞാലോ, ബാങ്കിൽ പോയാൽ, ബാങ്ക് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് ബാങ്കിൽ ഉണ്ടായിട്ടും ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാണും. നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയോ, നിങ്ങൾ അവർ പറയുന്നൊരു കാര്യം അല്ലേ, ഞാൻ എക്സാമ്പിൾ പറയാട്ടോ. നേരെ മറിച്ച് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരുപാട് മിക്സഡ് ഇമോഷൻസ്, ചില സമയം നിങ്ങളുടെ സിസ്റ്റർ ആള് കാരിങ് ആയ സമയത്തോ, അല്ലെങ്കിൽ ആളുടെ ഡെലിവറി സമയത്ത് നിങ്ങളെ ബേബീനെ കാണുന്നതോ, നിങ്ങളെ നീസിനെ കാണുന്നതോ, അതൊരു ഗുഡ് മെമ്മറിയാണ്. നേരെ മറിച്ചിട്ട് നിങ്ങളെ ഫാമിലിയിലുള്ള ഒരാൾ അത്രയും വയ്യാതെ കിടന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ അത്രയും ആൾക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതൊക്കെ പറഞ്ഞ സമയത്ത് അത്രയും അല്ലെ, നമുക്ക് അത്രയും അല്ലെ, അത്രയും ഡിസ്ട്രസിങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ്. അപ്പം ഏതൊരു വേർഡിനും നമുക്ക് അല്ലെ, മെമ്മറി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇറ്റ്സ് ക്വൈറ്റ് വെരി ലാർജ് കോൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പം ഒരു മെമ്മറി ടെസ്റ്റ് ഒരു 50 മിനിറ്റ്സിൽ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ക്വൈറ്റ് ഷോർട്ട് വേർഷൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഈ ഒരു ടെസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് തന്നെയല്ലേ. The third one is the complexity of the WMS3 allows it to measure a wide range of memory functions. ഈ വെഷലർ മെമ്മറി സ്കെയിലിന്റെ തേർഡ് അഡാപ്റ്റേഷനിൽ ആക്ച്വലി എന്താണ്, മെമ്മറി ഫംഗ്ഷന്റെ വൈഡ് റേഞ്ച് അല്ലെ. മെമ്മറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരാളുടെ റീകോൾ എന്താ, റെക്കഗ്നിഷൻ എന്താ, വർക്കിംഗ് മെമ്മറി എന്താ, ഷോർട്ട് ടേം മെമ്മറി എന്താണ്, ആളുടെ അല്ലെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്താണ്, ഇത്രയും ഡിലേഡ് റീകോൾ എങ്ങനെയാണ്, ആളുടെ പ്രോസസിംഗ് സ്പീഡ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വൈഡ് റേഞ്ച് ഓഫ് മെമ്മറി ഫംഗ്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു സ്കെയിലിന് പറ്റുന്നുണ്ട്. നോമിംഗ് ഓഫ് the Veshler memory scale third with Weiss 3 and superior standardization. അതായത് ഇപ്പൊ നമ്മൾ ഇന്റലിജൻസ് സ്കെയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ്, ഏറ്റവും കൂടുതൽ വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ ഉള്ളതാണ് വെയ്സ് 3 എന്ന് പറഞ്ഞാൽ. അപ്പം വെയ്സ് 3യോട് നോക്കുന്ന സമയത്ത് ഇതിന്റെ നോംസും എന്താണ്, അത്രയും സുപ്പീരിയർ ആയിട്ട് നമ്മുടെ പോപ്പുലേഷനിൽ ഈ റിസർച്ചേഴ്സിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ, ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെ, അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ഇയാൾക്ക് അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇയാൾക്ക് ഒരുപാട് അല്ലെ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മോസ്റ്റ്ലി ഹാസ് ക്ലിയർ ഗൈഡ് ലൈൻസ് ഓൺ സ്കോറിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് എങ്ങനെ ഇത് ചെയ്യണം, ഈ ടെസ്റ്റ് എങ്ങനെ സ്കോർ ചെയ്യണം, ആരിലൊക്കെ ഇത് ചെയ്യണം, എങ്ങനെയാണ് ഈ ടെസ്റ്റ് കൊടുക്കേണ്ടത്, ഇതിൽ എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, ഇതിലെ അല്ലെ ഓരോരോ ഇൻഡെക്സും എങ്ങനെ മെഷർ ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ലൈൻസ് ഈ വെഷ്ലർ മെമ്മറി സ്കെയിലിന് വെഷ്ലർ അല്ലെ, ഡേവിഡ് ബെല്ലിവി വെഷ്ലർ നമുക്ക് അല്ലെ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PGI മെമ്മറി സ്കെയിൽ. എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്? ഓക്കെ, ഈ ടെസ്റ്റിൽ നമ്മൾ പൊതുവെ പറയും എന്താണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻവെന്ററി മെമ്മറി സ്കെയിലിന് PGIMS. ഇപ്പൊ നമ്മൾ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറി ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ സ്ട്രോക്കിന് ശേഷം, അല്ലെങ്കിൽ അറ്റാക്കിനൊക്കെ ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് ആക്സിഡൻസിനോ എന്തെങ്കിലും ആക്സിഡൻസിനൊക്കെ ശേഷം ആളുകൾക്ക് മെമ്മറി ഡിക്ലൈനോ അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ആ വരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി സ്കെയിലാണ് എന്തെന്ന് പറഞ്ഞാൽ PGI മെമ്മറി സ്കെയിൽ. ഓക്കെ, PGIMS, Postgraduate Institute Memory Scale. PGI stands for, I repeat, Postgraduate Institute Memory Scale. The PGI memory scale has become a popular memory scale throughout India and replaced the Boston memory scale and Veshler memory scale at both the previous institute by psychiatry. അതായത് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് സൈക്കോളജിയിൽ അറിയപ്പെടുന്ന ഒരു മെമ്മറി സ്കെയിലാണ് PGI മെമ്മറി സ്കെയിൽ. ഏതൊരു സൈക്കോളജിസ്റ്റും ഇൻക്ലൂഡിങ് മീ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊരു സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്ത ഏതൊരു ആൾക്കാരായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സ്കെയിലാണ് ആക്ച്വലി PGI മെമ്മറി സ്കെയിൽ. ഇതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തതും കൺസ്ട്രക്ട് ചെയ്തതും നമ്മുടെ ഇന്ത്യയിലാണ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ, നമ്മുടെ ആളുകളിൽ ഏറ്റവും നല്ല രീതിയിൽ വെൽ ഗോയിങ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് PGI മെമ്മറി സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്കെയിൽ വന്നതുകൊണ്ട് തന്നെ അന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ബോസ്റ്റൺ മെമ്മറി സ്കെയിലും അല്ലെങ്കിൽ വെഷ്ലർ മെമ്മറി സ്കെയിലിനെയും ഇതിന് റീപ്ലേസ് ചെയ്തു. അതായത് PGMS വന്നതിന് ശേഷം നമുക്ക് ബോസ്റ്റൺ മെമ്മറി സ്കെയിലോ വെഷ്ലർ മെമ്മറി സ്കെയിലോ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും എന്താ പറയാ, അത്രയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്കലി എന്താ സൗണ്ട് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്, എന്തെന്ന് മെമ്മറി ടെസ്റ്റ് ആണ് ആക്ച്വലി PGI-MS എന്ന് പറയുന്നത്. Both the premier institutes of psychiatry, that is National Institute of Mental Health and Neurosciences, Bangalore, and Central Institute of Psychiatry, Ranchi. ഓക്കെ, അതായത് ഈ സ്കെയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതും അല്ലെ, ഈ സ്കെയിലിനെ കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നതും നമ്മുടെ നിംഹാൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാംഗ്ലൂരിലെ നിംഹാൻസും റാഞ്ചി, ഓക്കെ, നമ്മുടെ CIP എന്ന് പറയും. ഓക്കെ, റാഞ്ചിയിലെ CIP അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി, അതുപോലെ നിംഹാൻസും കൂടി അവിടുത്തെ ഏറ്റവും വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റും ആണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അത്രയും സ്റ്റാറ്റിസ്റ്റിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു മെമ്മറി സ്കെയിലാണ് PGI-MS. എന്തുകൊണ്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ എപ്പോഴും സൈക്കോളജി ആളുകൾ പറയും നമ്മളിപ്പോ MPhil ചെയ്യണം എന്നുണ്ടെങ്കിൽ നിംഹാൻസിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ PhD ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റാഞ്ചിയിൽ ചെയ്യണം. കാരണം ഇന്ത്യയിലെ സൈക്കോളജി ക്ലിനിക്സ് അല്ലെങ്കിൽ സൈക്കോളജി സെറ്റിംഗ്സിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലമാണ് റാഞ്ചിയിലെയും ബാംഗ്ലൂരിലെ നിംഹാൻസും റാഞ്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി എന്ന് പറയുന്നത്. അതായത് സൈക്കോളജിയിലെ ഏറ്റവും വലിയ തലവന്മാര് അല്ലെങ്കിൽ ബുദ്ധി രാക്ഷസന്മാര് പഠിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഞാൻ ഉൾപ്പെടെ എല്ലാ ആളുകളും PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് നിംഹാൻസും CIP എന്നൊക്കെ പറയുന്നത്. Therefore, PGI memory scale was constructed and standardized in 1977. ഓക്കെ, 1977 അല്ലെങ്കിൽ 1977 ഈ ഒരു ടെസ്റ്റ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നതും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതും. The scale was validated against 4 hypotheses. Okay, mainly 4 hypotheses ആണ് ഈ സ്കെയിൽ എന്ത് ചെയ്യുന്നത്, വാലിഡേറ്റ് ചെയ്യുന്നത്. The first one is the subject suffering from neurological disorders will obtain poorer scores than the subject suffering from functional psychiatric illness. എന്താ പറയുന്നത്? അതായത് ദ സബ്ജക്ട് സഫറിംഗ് ഫ്രം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വിൽ ഒബ്റ്റെയിൻ പുവറർ സ്കോറേഴ്സ്. എന്താണ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് ഈ ടെസ്റ്റ് ചെയ്താൽ എന്താണ്, കുറച്ച് കുറഞ്ഞ മാർക്കായിരിക്കും കിട്ടുക അല്ലെ, ദാൻ ദി എന്താ സബ്ജക്ട് സഫറിംഗ് ഫ്രം ഫങ്ഷണൽ സൈക്കാട്രിക് ഇൽനെസ്. അതായത് സൈക്കാട്രിക് ഇൽനെസ് ഉള്ള ആളുകളെക്കാൾ കുറവായിരിക്കാം എന്ത് അല്ലെ, അതായത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് കുറഞ്ഞ സ്കോർ ആയിരിക്കും കിട്ടുക. ഇതാണ് ഫസ്റ്റത്തെ ഇതിന്റെ ഒരു ഹൈപ്പോത്തസ് എന്ന് പറയുന്നത്. സൈക്കാട്രിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡെലൂഷണൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കാട്രിക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സ്കീസോ, ഡെലൂഷണൽ, ആ ഡിസോർഡേഴ്സിനെ നമ്മൾ പൊതുവെ സൈക്കാട്രിക് എന്ന് പറയാം. അപ്പൊ ഇത്തരം ആളുകളെ അല്ലെ, അപ്പം ഈ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് എന്താണ്, സൈക്കാട്രിക് ഇൽനെസ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ കുറവായിരിക്കും എന്ത് ഈ ഒരു ടെസ്റ്റിലെ റിസൾട്ട് എന്ന് പറഞ്ഞത്. The second one is the older subjects should obtain lower scores than the യങ് നോർമൽ അഡൽട്സ്. അതായത് വയസ്സുള്ള ആളുകൾക്ക് നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനേക്കാൾ കുറഞ്ഞ മാർക്കായിരിക്കും എന്താ ഓൾഡർ ആയിട്ടുള്ള സബ്ജക്ട്സിന് കിട്ടുക. അത് അങ്ങനെ തന്നെയല്ല ഒരു മെമ്മറി ടെസ്റ്റിൽ കിട്ടേണ്ടത്. കാരണം നമുക്കറിയാലോ നമ്മുടെ വയസ്സിനനുസരിച്ചിട്ട് കോഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കും. അത് തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് പ്രൂവ് ചെയ്യണം. അതൊന്നും തന്നെയാണ് അതിന്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ യങ്സ്റ്റർ ആയിട്ടുള്ള അഡൽറ്റിനേക്കാൾ കൂടുതൽ കുറഞ്ഞ റിസൾട്ട്സും സ്കോഴ്സും ആയിരിക്കും ഒരു ഓൾഡർ വയസ്സായിട്ടുള്ള ഒരാൾക്ക് കിട്ടേണ്ടത്. The third one is the scores on memory scale should have positive relationship with education. അതായത് എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി അല്ലെ, അതായത് നമുക്കറിയാലോ അല്ലെ, ഈ സ്കെയിലില് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കൂടിയ ആൾക്കാർക്ക് കുറച്ചും കൂടി സ്കെയിലിൽ ഹയർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാലോ. ഒരു മെമ്മറി എന്നൊക്കെ പറഞ്ഞ ഒരു കപ്പാസിറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ ആക്ച്വലി നമ്മുടെ മെമ്മറിനെയൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും അധികം പഠിക്കാത്ത പണ്ടത്തെ ആളുകൾക്കും ഒരുപാട് മെമ്മറി ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല. മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പണൻസ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ. ചില വയസ്സായിട്ട് ചില ആൾക്കാർക്ക് മാത്തമാറ്റിക്സും മൈൻഡായിട്ട് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യാനായിരുന്നു പറ്റുക. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് മൈൻഡിൽ ഇപ്പൊ മാത്ത് ചെയ്യാനും അതുപോലെ കാൽക്കുലേഷൻസ് ചെയ്യാനും അതുപോലെ ടേബിൾസ് ഒക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഡൊമൈനാണ്. അപ്പം എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു ടെസ്റ്റിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. The fourth one is the last hypothesis, it should not have high correlation with intelligence test scores. അതായത് ഇന്റലിജൻസ് കൂടിയ ആളുകൾക്ക് ഈ ഒരു ടെസ്റ്റിൽ
മാർക്ക് കൂടണമെന്നോ അല്ലെങ്കിൽ സ്കോർ കൂടണമെന്നോ, അതായത് ഇന്റലിജൻസ് ആയിട്ട് ഇതിന് ഹൈ കോറിലേഷനോ, അതായത് ഇന്റലിജൻസ് കൂടുന്ന സമയത്ത് ഇത് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്റലിജൻസ് കുറയുന്ന സമയത്ത് കുറയുന്നോ എന്നുള്ള രീതിക്കുള്ള രണ്ട് തമ്മിൽ വലിയൊരു കോറിലേഷൻ. എന്താ കോറിലേഷൻ എന്ന് പറഞ്ഞാല് ഡിഗ്രി ഓഫ് അസോസിയേഷൻ, അത് തമ്മിൽ വലിയൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻലി ഈ ഒരു ടെസ്റ്റിന്റെ അല്ലെ, മെയിൻലി ഈ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യുന്ന ഡൈമെൻഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി 10 സബ് ടെസ്റ്റ് ആണ് മെയിൻലി PGI-MS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻവെന്റ് മെയിൻലി എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് റിമോട്ട് മെമ്മറി. നിങ്ങളുടെ റിമോട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി ആട്ടോ, നമ്മുടെ പാസ്റ്റ് മെമ്മറി, ഒരു ലോങ് ടേം മെമ്മറിയാണ് റിമോട്ട് മെമ്മറി. സെക്കൻഡ് വൺ ഇസ് റീസെന്റ് മെമ്മറി. റീസെന്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മുടെ ഇല്ലേ ഈ ലാസ്റ്റ് നിങ്ങൾ പോയ വെക്കേഷൻ, ലാസ്റ്റ് ഡേ നിങ്ങൾ എന്തായിരുന്നു ഫുഡ് കഴിച്ചത്, ലാസ്റ്റ് ഡേ നിങ്ങൾ പഠിച്ച ടോപ്പിക് എന്തായിരുന്നു, അങ്ങനെ റീസെന്റ് മെമ്മറി, കഴിഞ്ഞ കാലം കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങൾ. മെന്റൽ ബാലൻസ്, നമ്മുടെ മെന്റൽ ബാലൻസ്, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, നമ്മുടെ അല്ലെ നമുക്കൊരു നമ്മുടെ എൻ്റെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മുടെ എൻവയോൺമെന്റിലുള്ള നമ്മുടെ ഫിസിക്കൽ വേൾഡിലുള്ള അല്ലെ ചില ആസ്പെക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും അല്ലെ വൈൽ ഇഗ്നോറിങ് അതേഴ്സ്, നമ്മുടെ റെലവൻസ് അനുസരിച്ചിട്ട് ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കപ്പാസിറ്റിയാണ് ആക്ച്വലി അറ്റൻഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഇസ് ഡിലേഡ് റീകോൾ അല്ലെ, ഡിലേ ചെയ്തിട്ടുള്ള റീകോൾ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലെ, ഒരു സ്പാൻ ഓഫ് ടൈമിന് ശേഷം നമ്മൾ റീകോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇമ്മീഡിയറ്റ് റീകോൾ. അത് സീക്വൻഷ്യലും ആവാം അല്ലെ, സീക്വൻഷ്യൽ റിപ്രൊഡക്ഷൻ ഓഫ് സെന്റൻസസ് അല്ലെ, നമ്മൾ ആ ഒരു കാര്യം പ്രസന്റ് ചെയ്തതിനു ശേഷം ലിസ്റ്റ് ഓഫ് വേർഡ്സ് പ്രസന്റ് ചെയ്തതിനു അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റീകോൾ ചെയ്യിക്കുന്നത്. ഡിലേഡ് റീകോൾ എന്തായാലും നേരെ മറിച്ചിട്ട് അത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡിലേ കൊടുക്കുന്നു അല്ലെ, അതിനുശേഷം നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, റീകോൾ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യിപ്പിക്കുന്നത്. സെവൻത് വൺ ഇസ് റിട്ടൻഷൻ ഫോർ സിമിലിയർ പെയർസ്, റിട്ടൻഷൻ ഫോർ ഡിസിമിലിയർ പെയർസ്. റിട്ടൻഷൻ ഫോർ സിമിലിയർ പെയർ എന്ന് പറഞ്ഞാല് ഇപ്പം ചില വേർഡിന് ഇപ്പൊ നമ്മള് ചില വേർഡ്സ് നമുക്ക് സിമിലർ പെയർസ് ആയിരിക്കും അല്ലെ, ഇപ്പൊ ഡാർക്ക്, ബ്ലാക്ക്, അങ്ങനെ കുറച്ച് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവില്ലേ, പൊളാരിറ്റി ആയിട്ട് ഹോട്ട്, കൂള്, ഷോർട്ട് അല്ലെ ഷോർട്ട്, ടോൾ, അങ്ങനെ നമുക്ക് സിമിലർ പെയർസ്. ഡിസിമിലർ പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. ഇപ്പം മൂണിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വരുന്നൊരു എന്ന് പറഞ്ഞാല് ടോൾ ആയിരിക്കാം, ടോളിന് ഓപ്പോസിറ്റ് വരുന്നത് മേ ബി സൺ ആയിരിക്കാം, അങ്ങനെ ഡിസിമിലർ പെയർസ്. വിഷ്വൽ റിട്ടൻഷൻ, വിഷ്വലി കണ്ടൊരു കാര്യം നമുക്ക് എത്ര റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. റെക്കഗ്നിഷൻ, നമുക്ക് അല്ലെ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലെ, റെക്കഗ്നിഷനിൽ എന്തായിരുന്നു, നമുക്ക് ആദ്യം പ്രസന്റ് ചെയ്ത ലിസ്റ്റ് ആദ്യം കാണിക്കുന്നു, രണ്ടാമത്തെ സെറ്റില് ആദ്യം കാണിച്ച ലിസ്റ്റിനോടൊപ്പം ഒരുപാട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഒബ്ജക്ട്സിനെ വേർഡ്സിനെ കൂട്ടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പറയണം, ആദ്യം കണ്ട ലിസ്റ്റിനെ ഈ ഡിസ്ട്രാക്റ്റഡ് വേർഡ്സ് ഉള്ള ആ ഒരു ലിസ്റ്റിൽ നിന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ഔട്ട് ചെയ്തിട്ട് എടുക്കണം അല്ലെ, ഏതായാലും നമ്മൾ നേരത്തെ കണ്ടതെന്ന്. അപ്പം ഇത്തരം ഡൈമെൻഷൻസ് ആണ് അല്ലെങ്കിൽ 10 സബ് ടെസ്റ്റ് ആണ്. അതായത് PGI-MS എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കെയില് മെയിൻലി 10 സബ് ടെസ്റ്റ് ആണ്. ഇതൊരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു സ്കെയിൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറഞ്ഞാല് അല്ലെ, ഒരു ടെസ്റ്റിൽ തന്നെ ഒരുപാട് സബ് ടെസ്റ്റ് അല്ലെ. റിമോട്ട് മെമ്മറി എന്ന് പറഞ്ഞ ഒരു സബ് ടെസ്റ്റ് ഇതിലുണ്ട്, റീസെന്റ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു സബ് ടെസ്റ്റ് ഇതിലുണ്ട്, മെന്റൽ ബാലൻസ് എന്ന് പറഞ്ഞ അനദർ സബ് ടെസ്റ്റ് ഇതിലുണ്ട്, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ അനദർ സബ് ടെസ്റ്റ് ഇതിലുണ്ട്, ഡിലേഡ് റീകോൾ എന്ന് പറഞ്ഞ അനദർ സബ് ടെസ്റ്റ് ഇതിലുണ്ട്, ഇമ്മീഡിയറ്റ് റീകോൾ, റിട്ടൻഷൻ ഫോർ സിമിലിയർ പെയർസ്, റിട്ടൻഷൻ ഫോർ ഡിസിമിലിയർ പെയർസ്, വിഷ്വൽ റിട്ടൻഷൻ, റെക്കഗ്നിഷൻ, ഇങ്ങനെ 10 സബ് ടെസ്റ്റ് ആക്ച്വലി PGI-MS എന്ന് പറഞ്ഞ ഒരു മെമ്മറി സ്കെയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 10 ടെസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. ഈ 10 ടെസ്റ്റിനെ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കലി വരുന്ന ഒരാളുടെ മെമ്മറി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോ ഇതിൽ ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ 5 എണ്ണം ചെയ്താൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നില്ല, 6 എണ്ണം ചെയ്താൽ കംപ്ലീറ്റ് ആവുന്നില്ല. ഈ 10 സബ് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മാത്രം നമുക്ക് ഒരാളുടെ എന്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, PGI അല്ലെങ്കിൽ ഒരാളുടെ അല്ലെ മെമ്മറി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ PGI മെമ്മറി സ്കെയിൽ കംപ്ലീറ്റ് ആവുന്നുണ്ടെന്നാണ് ഇത് പ്രിപ്പയർ ചെയ്ത ആളുകൾ പറയുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടെസ്റ്റിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. So the first one is made without the influence of foreign methods of assessment. അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി ഓഫ് റാഞ്ചിയും അല്ലെ നമ്മുടെ നിംഹാൻസും ബാംഗ്ലൂരിൽ നിംഹാൻസും ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ ഫോറിൻ മെത്തേഡ്സ് ഒന്നും അല്ലെ അമേരിക്കയിലോ ബ്രസീലിലോ ബ്രിട്ടനിലോ ഒന്നും ഉള്ളതല്ല. പലപ്പോഴും സൈക്കോളജി ഫ്ലറിഷ് ചെയ്തത് ഇംഗ്ലണ്ടിലും ജർമ്മനിലും ഓസ്ട്രിയയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സൈക്കോളജി എത്തുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് സൈക്കോളജി സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒന്ന് ഫ്ലറിഷ് ആവുന്നത് പോലെ തന്നെ.
പക്ഷെ നമ്മുടെ അല്ലെ വില്യം വൂണ്ട് ഒക്കെ ഒരുപാട് കാലം മുന്നേ അമേരിക്കയിൽ ഒരുപാട് അല്ലെങ്കിൽ ജർമ്മനിയില് വേൾഡിൽ സൈക്കോളജി ഒരുപാട് ഫ്ലറിഷ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റുകളായാലും നമ്മൾ പഠിക്കുന്ന തിയറി, ഇപ്പൊ നിങ്ങൾ പഠിച്ച തിയറീസിൽ ഏതേലും ഒരു തിയറി നിങ്ങൾ ഇപ്പൊ മെമ്മറിയിലാവട്ടെ, അറ്റൻഷനിലാവട്ടെ, തിങ്കിങ്ങിലാവട്ടെ, എനി കൈൻഡ് ഓഫ് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ആയാലും റെഫറൻസ് ആയാലും, റോബർട്ട് ബാരൻ അല്ലെ, മിൽഗ്രാം അല്ലെ, നിങ്ങൾ പഠിക്കുന്ന ഓരോരോ പേരുകളായാലും പ്രോമിനന്റ് ആയിട്ടുള്ള ഗുണ്ട് ആവട്ടെ, ഫ്രോം ആവട്ടെ, ഇപ്പൊ നിങ്ങൾ പേഴ്സണാലിറ്റി പഠിക്കുന്നുണ്ടാവും, കാരൻ ഹോണി, ഫ്രോം, റിക്സൺ അല്ലെ, നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം ഫോറിൻ ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. എപ്പോഴേലും നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? കാരണം സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ എല്ലാ റൂട്ട്സും കാര്യങ്ങളും ഇപ്പോഴും ഫ്ലറിഷ് ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യക്കാൾ കൂടുതൽ അല്ലെ അബ്രോഡ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ സൈക്കോളജിക്കാർ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനെയാണ്. ഇപ്പൊ ഇന്ത്യയിലായാലും ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷനോ ഒന്നുമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ APA ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ ഏതൊരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആയാലും അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല അവരുടെയാണ്, ഫോറിനിൽ പഠിച്ച കാര്യങ്ങൾ, അവിടെ നടന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏത് ഇപ്പൊ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പല തെറാപ്പീസും ഉണ്ട്, പല ടെക്നിക്സും, അതൊക്കെ നമ്മൾ ഓരോരോ പ്രോമിനന്റ് ആയിട്ടുള്ള ഫോറിൻ ഓതേഴ്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ബെക്കിന്റെ ആയാലും എല്ലിസ്, പാറിബിറ്റി, CBT, CT അല്ലെ, നിങ്ങൾ ട്രാൻസെൻഡൽ അനാലിസിസ്, നിങ്ങൾ ഒരുപാട് തെറാപ്പി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അറിയില്ല നിങ്ങളുടെ സിലബസിൽ ഉണ്ടോന്ന്. അപ്പം ഇതെല്ലാം ആക്ച്വലി ഇതിന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊപ്പണേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോറിൻ ഓതേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ ഒരു ടെസ്റ്റ് ആക്ച്വലി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെ, നമ്മുടെ ഒരു മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആയിട്ട് അല്ലെ, ഫോറിൻ അല്ല, കുറച്ചുകൂടി ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട്. The second advantage is that based off Indian samples and can be generalized for the same. ഇന്ത്യയിലുള്ള ആളുകളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇതിനു വേണ്ടി ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് എത്രത്തോളം നല്ല ആണെന്നൊക്കെ ആദ്യകാലത്ത് അറിയാനായിട്ട് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയൊക്കെ ഒരുപാട് ഇന്ത്യൻ ആൾക്കാർ തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യൻ സാമ്പിൾസിൽ ഏറ്റവും എന്താണ് നല്ല രീതിയിൽ വെൽഗോ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി ടെസ്റ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ PGI-MS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെമ്മറിയുടെ ഏറ്റവും ഫൈനൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫിസിയോളജി ഓഫ് മെമ്മറി. എന്താണ് മെമ്മറിയുടെ ഫിസിയോളജി? സോ ന്യൂറോൺസ് ഫയർ ഓൾ ഓർ നത്തിങ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ടേംഡ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആസ് ദേ ബിക്കം സ്റ്റിമുലേറ്റഡ്. അല്ലെ, നമുക്കറിയാം അല്ലെ, ന്യൂറോൺ നമ്മുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് ആരാണ് അല്ലെ? ബ്രെയിൻ എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തത് അല്ലെ? ന്യൂറോൺസ് ആണ് അല്ലെ? അപ്പൊ ഈ ന്യൂറോൺസിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഈ ഫയറിങ്ങിലാണ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ചെറുപ്പകാലത്തിലേ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്, ഡെൻഡ്രോണ് അല്ലെ, സെൽ ബോഡി അല്ലെ, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആക്സോൺ, ആക്സോണൈറ്റ്, മൈലിൻ ഷീറ്റ്, ഈ ഒരു ന്യൂറോൺ എന്നാണ് അടുത്ത ന്യൂറോണിലോട്ട് പോകുന്നത് അല്ലെ? അടുത്ത ഗാംഗ്ലിയോൺ, സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ആക്ച്വലി ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ്, ആ ഫിസിക്കൽ ഇൻഫോർമേഷനെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രെയിൻ അതിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ കെമിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത് ബ്രെയിനിൽ. അപ്പൊ ഇതാണ് ആക്ച്വലി ഫിസിയോളജി ഓഫ് മെമ്മറി. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത്, നിങ്ങൾ ഈ ആകെ ഈ ഫിസിയോളജി ഓഫ് മെമ്മറി, ഫിസിയോളജി ഓഫ് അറ്റൻഷനിലൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രെയിനിന്റെ ഏതൊക്കെ ഏരിയാസ് ആണ് മെമ്മറിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏതൊക്കെ ഏരിയാസ് ആണ് അറ്റൻഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതാണ് ഫിസിയോളജി ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ ഫിസിയോളജി ഓഫ് മെമ്മറി എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ നമ്മൾ പറയുന്നത് മെമ്മറി അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറിക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് സഹായിക്കുന്നത്, അവരെന്താണ് നമുക്ക് ഫംഗ്ഷൻ ചെയ്ത് തരുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോങ് ടേം പൊട്ടൻഷിയേഷൻ. In LTP എന്ന് പറഞ്ഞാൽ long term potentiation, when two neurons repetitively and simultaneously become activated, the strength of the connection between the cells is strengthened. അതായത് ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയാറില്ലേ, ഞാൻ ഈ പഠിപ്പിച്ച കാര്യം തന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ എന്ത് ചെയ്യാനാ, ഞാൻ പിന്നെയും സ്ലൈഡ് മാറ്റും. അതെന്തിനാ, നിങ്ങൾക്ക് ഈ ലോങ് ടേം പൊട്ടൻഷിയേഷൻ നടക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റീവ്ലി അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പിന്നെയും പറയുന്നതോ, നിങ്ങൾക്ക് ആ ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനോ. അതായത് ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, ഞാനിപ്പോ ഈ ലോങ് ടേം പൊട്ടൻഷിയേഷൻ എന്ന് പറഞ്ഞ കാര്യം പഠിപ്പിച്ചപ്പോ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ട്രേസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ലോങ് ടേം പൊട്ടൻഷിയേഷൻ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ കുറച്ചൊരു 10 മിനിറ്റിന് ശേഷം പിന്നെ അതിനെ പറയുന്ന സമയത്ത് ആ ഉണ്ടായ ട്രേസ്
റീആക്ടിവേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഈ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ യു ഫോം എ ട്രേസ്, അല്ലെങ്കിൽ ബ്രെയിനിന് മനസ്സിലാവും ഇത് ആവശ്യമുള്ള കാര്യം. അപ്പൊ ആ ഒരു ഇൻഫർമേഷന് ബ്രെയിൻ ഒരു ട്രേസ് ഫോം ചെയ്യും. എന്താ നമ്മുടെ ട്രേസ് ഡി കെ തിയറി പറയുന്നത്? ആ ഉണ്ടായ ട്രേസ് പുതിയ ഇൻഫർമേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സമയം ടൈം എലാപ്സ് ചെയ്യുന്ന സമയത്ത് എന്താ ഇത് പോകും? ഡീകേ ചെയ്തു പോകും. ആ ഡീകേ ചെയ്ത് പോവാതിരിക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പിന്നെ ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം പിന്നെയും പറയുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാ ആ ഉണ്ടായ ട്രേസ് ആക്ച്വലി എന്താവും? ആ ഉണ്ടായ ട്രേസ് പിന്നെ എന്താവാണ്? റീആക്ടിവേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് എന്താവും? ആ കണക്ഷൻ, ആ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ സെൽസുകൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂടുതൽ നല്ല രീതിയിൽ ആ ഇൻഫർമേഷൻ എന്താവും? ബ്രെയിനിൽ എൻകോഡ് ആവും. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻഫർമേഷനെ പിന്നീട് റീകോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ എയ്ഡ്സ് ഇൻ ലേണിംഗ് എന്ന് തിയറിസ്റ്റുകൾ പറയുന്നത്. എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ലേണിംഗ് അത് എയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ റിഹേഴ്സൽ ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും പറയുന്നത്. റിപ്പീറ്റ്, റിഹേഴ്സൽ, റിവിഷൻ, ഈ 3 കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്നത് ലോങ് ടേം പൊട്ടൻഷിയേഷൻ ആണ്. അതായത് റിപ്പീറ്റേറ്റീവ്ലി നിങ്ങൾക്ക് ആ ന്യൂറോൺസ് അല്ലെങ്കിൽ ആ ട്രേസ് എന്ത് ചെയ്യാണ്? ആക്ടിവേറ്റ് ചെയ്യാണ്. പിന്നീട് ആ ട്രേസ് എന്താവില്ല. നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യാണ്? ഡെയിലി എടുത്ത് പഠിക്കുകയാണ്. ആ ട്രേസ് പിന്നെ ആക്ടിവേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ട്രേസ് ഡീകേ ചെയ്ത് പോവില്ല. അപ്പൊ ചില സമയത്ത് ഇൻഫർമേഷൻ ഷോർട്ട് ടേം മെമ്മറിന്ന് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്? ലോങ് ടേം മെമ്മറിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മോർണിംഗ് എണീച്ചിട്ടും നൈറ്റും ഒക്കെ പഠിച്ച കാര്യങ്ങളെ കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? റിവിഷൻ ചെയ്യാൻ പറയുന്നത്. അത് എന്തിനാ? ഈ ലോങ് ടേം പൊട്ടൻഷിയേഷൻ നിങ്ങൾക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മളെ മെമ്മറി അല്ലെ, നമ്മുടെ മെമ്മറിക്ക് വേണ്ടി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 3 പാർട്സ് ആണ് മെയിൻലി, അല്ലെങ്കിൽ 4 പാർട്സ് ആണ് നമുക്ക് മെയിൻലി നമ്മുടെ നമ്മുടെ മെമ്മറി ഫംഗ്ഷനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഹിപ്പോകാമ്പസ്, ദ സെക്കൻഡ് വൺ ഇസ് അമിഗ്ഡാല, ദ തേർഡ് വൺ ഇസ് വെൻട്രൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, and the fourth one is cerebellum, basal ganglia and the association cortices. Okay, അപ്പൊ നമുക്ക് നോക്കാം. Let's look how hippocampus involved in memory. So moving on to the hippocampus is record for the consolidation of memories from short term memory to long term memory. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി എന്നുള്ള ഇൻഫോർമേഷനെ ലോങ് ടേം മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യുന്നത് ആക്ച്വലി ആരാണ്? ഹിപ്പോകാമ്പസ് ആണ്. അപ്പം നമ്മൾ പറയില്ലേ, ചില ആളുകൾക്ക് ഇന്ന് നടന്ന കാര്യത്തിനെ നാളെ ഓർമ്മയില്ല. അപ്പൊ ആക്ച്വലി അവിടെ ഹിപ്പോകാമ്പസിനായിരിക്കും ഫംഗ്ഷൻ എന്ത്? പ്രോബ്ലം. അതായത് ആൻഡ്രോഗേഡ് അംനീഷ്യ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. എന്തായിരുന്നു ആൻഡ്രോഗേഡ് അംനീഷ്യ എന്ന് പറഞ്ഞാല്? അല്ലെ, ദേ ഹാവ് ഇന്നബിലിറ്റി ടു ഫോം ന്യൂ മെമ്മറീസ്, അല്ലെങ്കിൽ ന്യൂ മെമ്മറീസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആക്ച്വലി അവിടെ ഹിപ്പോകാമ്പസിനായിരിക്കും ഇമ്പയർമെന്റ്. എന്താ? അവർക്ക് ഷോർട്ട് ടേം മെമ്മറി എന്നാണല്ലോ ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഹിപ്പോകാമ്പസിന് ഡാമേജ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം മെമ്മറി ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിലോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന കാര്യത്തിന് അവർക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർക്കാനായിട്ട് പറ്റില്ല. അപ്പം ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഐ റിപ്പീറ്റ്, തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഷോർട്ട് ടേം മെമ്മറി ഇൻഫർമേഷനെ ലോങ് ടേം മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത് എന്നൊക്കെ. ദാറ്റ് ഇസ് ഹിപ്പോകാമ്പസ്. The second one is amygdala, functions in processing emotional components of memory such as pain, fear and pleasure. ഇപ്പൊ നമുക്ക് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഫിയർ, പെയിൻ, അഗ്രഷൻ, ഓക്കെ, ഇത്തരം കാര്യങ്ങളല്ല ഇങ്ങനത്തെ ഇമോഷണൽ കമ്പണൻസ് ഓഫ് മെമ്മറി അല്ലെ. ഇപ്പൊ നിങ്ങൾ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ഇമോഷൻ ഏതായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾ ഏറ്റവും ഫിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച സമയത്ത് അത്തരം ഇൻഫോർമേഷൻസിനെ പ്രോസസ് ചെയ്യുന്നതും അതിനെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന്റെ അമിഗ്ഡലയാണ്. ഐ റിപ്പീറ്റ്, ഇറ്റ് സ്റ്റോർസ് മെമ്മറി സച്ച് ആസ് റിലേറ്റഡ് ടു പെയിൻ, ഫിയർ ആൻഡ് പ്ലഷർ. നമ്മൾ പ്ലഷറബിൾ ആയിട്ടുള്ള, നമുക്ക് ഫിയർഫുൾ ആയിട്ടുള്ള, നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസിനൊക്കെ പ്രോസസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ആക്ച്വലി ബ്രെയിനിന്റെ അമിഗ്ഡല എന്ന് പറഞ്ഞില്ല ഈ ഒരു പാർട്ടാണ്. The third one is ventral prefrontal cortex. Okay, it is another region in brain. It helps to recognize something that has already happened while remembering some details associated to it. അതായത് നമുക്ക് അല്ലെ ഒരു കാര്യത്തിനെ ഇറ്റ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് അല്ലെ. അതായത് ചില കാര്യത്തെ നമുക്ക് ചില ഡീറ്റെയിൽസ് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലെ. ഇപ്പൊ നമ്മൾ കരയുന്ന സമയത്ത് അല്ലെ, നമ്മൾ ഇന്നിപ്പോ നമ്മളെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ കരയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ബിട്രേ ചെയ്യാണ്, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരികയാണ്.
അപ്പൊ നിങ്ങൾ ഇരുന്ന് കഴിയുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ ആലോചിക്കുക ഏതായിരിക്കും അറിയോ? മുന്നേ ഇതേപോലെ നിങ്ങളുടെ സ്കൂൾ ഡേയ്സിലോ അല്ലെങ്കിൽ കോളേജ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഇതേ സിമിലർ ആയിട്ട് ആളുകൾ നിങ്ങളെ ബിട്രേ ചെയ്തതോ അങ്ങനെ ഒരു കാര്യത്തിന് ഓൾറെഡി ഹാപ്പൻ ആയിട്ടുള്ള ഇൻഫർമേഷനെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെയാണ് ആക്ച്വലി നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ വെൻട്രൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇറ്റ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ, അല്ലെ? അതായത് ഓൾറെഡി നമുക്ക് നടന്ന ഒരു കാര്യത്തിനൊക്കെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആക്ച്വലി വെൻട്രൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. The last one is cerebellum, basal ganglia, and the association cortices plays a part in our learned actions as they are related to motor and adjustments. നമ്മൾ ലേൺഡ് ആക്ഷൻസ്, നമ്മൾ ഒരുപാട് ആക്ഷൻസ് ലേൺ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്തരം മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബെല്ലവും ബേസൽ ഗാംഗ്ലിയം ആൻഡ് അസോസിയേഷൻ കോർട്ടിസസ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മൾ മെയിൻലി ആദ്യം നമ്മൾ നോക്കിയത് കുറച്ച് അല്ലെ, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അംനേഷ്യ എന്താണ്, ടൈപ്സ് ഓഫ് അംനേഷ്യ അല്ലെ, ദാറ്റ് ഇസ് ആൻഡ്രോഗ്രേഡ് അംനേഷ്യ, റെട്രോഗ്രേഡ് അംനേഷ്യ, ഇൻഫന്റൈൽ അംനേഷ്യ ആൻഡ് ട്രാൻസിയന്റ് ഗ്ലോബൽ അംനേഷ്യ. പിന്നെ നമ്മൾ ടെസ്റ്റിംഗ് മെമ്മറിയാണ് ഇന്നത്തെ ഫ്രഷ് ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ടെസ്റ്റിംഗ് മെമ്മറി കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തിനൊക്കെയാണ് മെയിൻലി നമ്മൾ മെമ്മറി ടെസ്റ്റിന്റെ മെജോറിറ്റി ആയിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അല്ലെ? മെമ്മറി പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടീഷൻസ് അല്ലെ, ചേഞ്ചസ് ട്രാക്ക് ചെയ്യാനായിട്ട്. പിന്നെ മെഷറിംഗ് മെമ്മറി നമ്മൾ പറഞ്ഞു അല്ലെ. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ മെയിൻലി 3 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്: ഫ്രീ റീകോൾ, പ്രൈമിംഗ് ആൻഡ് സെന്റൻസ് വെരിഫിക്കേഷൻ പാരഡൈം. അത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന്. ലിസ്റ്റ് ഓഫ് മെമ്മറി അല്ലെ, കുറച്ച് മെമ്മറി ടെസ്റ്റ് ഇൻ സൈക്കോളജി പ്രോമിനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെമ്മറി ഇമ്പയർമെന്റ് ലൈക്ക് ഹെഡ് ഇഞ്ചുറീസ്, ബ്രെയിൻ ട്യൂമേഴ്സ്, സ്ട്രോക്ക്, വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഡിപ്രഷൻ, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ഇൽനെസ് അല്ലെ. കോമൺ ആയിട്ട് മെമ്മറി ഇമ്പയർമെന്റ് കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ കമ്പോണൻസ് ഓഫ് മെമ്മറി ടെസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇമ്മീഡിയറ്റ് റീകോളിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്. ഡിലൈഡ് റീകോൾ എന്തായിരുന്നു, അതിന്റെ എക്സാമ്പിൾസ്. റെക്കഗ്നിഷൻ എന്തായിരുന്നു, അതിന്റെ എക്സാമ്പിൾസ്. വർക്കിംഗ് മെമ്മറി എന്തായിരുന്നു, അതിന്റെ എക്സാമ്പിൾസ്. എപ്പിസോഡിക് മെമ്മറി എന്തായിരുന്നു, അതിന്റെ എക്സാമ്പിൾസ്. സെമാന്റിക് മെമ്മറി, പ്രോസ്പെക്റ്റീവ് മെമ്മറി, മെമ്മറി ഫോർ ന്യൂ ലേണിംഗ്, കോണ്ടക്ച്വൽ ഓർ സിറ്റുവേഷൻ മെമ്മറി അല്ലെ. ഇതിന്റെയൊക്കെ വേരിയസ് ആയിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പുതുതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആയിരുന്നു വെഷ്ല മെമ്മറി സ്കെയിൽ അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന്. അതിന്റെ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു, ടെസ്റ്റ് ഡ്യൂറേഷൻ എന്തായിരുന്നു, എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് മെഷർ ചെയ്യുന്നത് അല്ലെ, ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലെ, അതിന്റെ ഇൻഡെക്സ് കോഴ്സ് എങ്ങനെയായിരുന്നു, അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ എന്തായിരുന്നു PGI ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്തായിരുന്നു അല്ലെ, അതിന് ഒരുപാട് സ്ട്രെങ്ത്തും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലെ. 4 ഹൈപ്പോത്തസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അത് എത്ര സബ് ടെസ്റ്റ് അതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. 10 സബ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ നമ്മൾ കണ്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ മെമ്മറി അല്ലെ, ഫിസിയോളജി ഓഫ് മെമ്മറി അല്ലെ, ബ്രെയിൻ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ബ്രെയിനിന്റെ ഏതൊക്കെ ഏരിയസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി റീച്ച് ഔട്ട് ടു മീ. ഓക്കെ, അപ്പം മെമ്മറി എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് എടുക്കാനുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറഞ്ഞുള്ള വേറൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം അറ്റൻഷനിലോ തിങ്കിങ്ങിലോ മെമ്മറിയിലോ ഞാൻ എടുത്ത എന്തെങ്കിലും ഒരു പോർഷൻസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി റീച്ച് ഔട്ട് ടു മീ. നിങ്ങൾക്ക് അറിയാം നമ്മളെ എക്സാം നമുക്ക് വെരി ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇനി ഏതിലെ ഏരിയാസ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കൺഫ്യൂഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഫ്രീ ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ നിങ്ങൾ ഇത്രയും നേരം എന്റെ ക്ലാസ്സിൽ ഉണ്ടായത്. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഈ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടാലും അല്ലെ ഭാവിയിൽ നമുക്ക് വലിയൊരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള ആളുകളാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഇപ്പോഴുള്ള സമയം തീർച്ചയായിട്ടും റിവിഷനും അല്ലെ നിങ്ങളെ സ്റ്റഡീസിലായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ,